യാഗമായി മാർവിലെന്നെ ചേർത്തവനാ ഇത്രയേറെ നല്ല നാഥനേ. ക്രൂശിലേറെ യാഗമായി മാർവിലെന്നെ ചേർത്തവനാ ഇത്രയേറെ നല്ല നാഥനേ. എന്നെ വൃത്തിയിലേക്ക് നിന്നിടുവാൻ ഇത്ര നാളും കാത്തിരുന്ന സ്വപ്പുരം വെടിഞ്ഞ നാഥനേ. എന്നെ വൃത്തിയിലേക്ക് നിന്നിടുവാൻ ഇത്ര നാളും കാത്തിരുന്ന സ്വപ്പുരം വെടിഞ്ഞ നാഥനേ. ക്രൂശിലേറെ യാഗമായി മാർവിലെന്നെ ചേർത്തവനാ ഇത്രയേറെ നല്ല നാഥനേ. ജീവിതത്തിൽ ആശയായി കൂടെയുള്ള നിത്യനാകും നല്ല നാഥനേ. നിന്റെ പാത നോക്കി യാത്ര ചെയ്യും ജീവനുള്ള കാലമെന്നും മിത്രമായ നല്ല നാഥനേ. നിന്റെ പാത നോക്കി യാത്ര ചെയ്യും ജീവനുള്ള കാലമെന്നും മിത്രമായ നല്ല നാഥനേ. ക്രൂശിലേറെ യാഗമായി മാർവിലെന്നെ ചേർത്തവനാ ഇത്രയേറെ നല്ല നാഥനേ. ക്രൂശിലേറെ യാഗമായി മാർവിലെന്നെ ചേർത്തവനാ ഇത്രയേറെ നല്ല നാഥനേ. എന്നെ വൃത്തിയിലേക്ക് നിന്നിടുവാൻ ഇത്ര നാളും കാത്തിരുന്ന സ്വപ്പുരം വെടിഞ്ഞ നാഥനേ. എന്നെ വൃത്തിയിലേക്ക് നിന്നിടുവാൻ ഇത്ര നാളും കാത്തിരുന്ന സ്വപ്പുരം വെടിഞ്ഞ നാഥനേ. ശോകമേറും ജീവിതത്തിൽ ദീപമായി കൂടെയുള്ള സ്തുത്യനാകും നല്ല നാഥനേ. നിന്നെ വാഴ്ത്തിടുന്നു എന്നും എന്നും ജീവനുള്ള കാലമെന്നും നിത്യനായ നല്ല നാഥനേ. കർത്താവിക്കുവാനും പാഞ്ചീവനകാരസ്ഥാനത്തെ ഞങ്ങളെ എവിടെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുകളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പമുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. A leader is one who knows the way, goes the way and shows the way. അഭിവന്യ പിതാവേ, വന്യ മോൺസിഞ്ഞോർ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പാച്ച,
അറമ്പങ്കുഴിൽ കോറെപ്പിസ്കോപ്പാച്ച, വന്യ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ബ്രദേഴ്സ്, ഇന്നത്തെ ഈ ഒരു കോടിവരവിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ എല്ലാമായ റെക്ടറേഷൻ റവറൻ ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിലച്ച, ഏവർക്കും ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗുരുകുലം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ധ്യയാണ്. കാരണം 4 വർഷത്തോളം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ നാഥനും ഗുരുവും വഴികാട്ടിയുമായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റെക്ടറച്ചൻ പുതിയ ഒരു കർമ്മമണ്ഡലത്തിലേക്ക് യാത്രയാവുകയാണ്. അനേകം വൈദിക വിദ്യാർത്ഥികളെ കർത്താവിൻ്റെ തിരുപൗരോഹിത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ താതൻ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ പ്രകൃതിയെ പുൽകി പൂക്കളെ സ്നേഹിച്ച വന്യ വൈദികൻ, താനായിരിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിന് പുതിയ ഒരു ഓടും ഭാവവും പകർന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ജീവിത സാക്ഷ്യം കൊണ്ട് കീഴടക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട റെക്ടറച്ചൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനവും പ്രോത്സാഹനവും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യേക ഊർജവുമായിരുന്നു. ഈ ഒരു യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ സെമിനാരിയുടെ വൈസ് റെക്ടറായി ശുശ്രൂഷ ചെയ്യുന്ന പെരിയ ബഹുമാനപ്പെട്ട ജോൺ നെടുവിള അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ പിതാവേ, രൂപത വികാർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീഴ്പള്ളിൽ കോറെപ്പിസ്കോപ്പാച്ച, ഗുരുകുലം റെക്ടർ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് കാഞ്ഞിരമുകളിലച്ച, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അതുപോലെ വലിയ മനപ്രയാസവും ഉള്ള ദിവസമാണ്. സന്തോഷം, ഇത് നമ്മുടെ സെമിനാരിക്കാരുടെ ഗെറ്റ് ടുഗദറാണ്. മനപ്രയാസം, നമ്മോടുകൂടി കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ നമ്മുടെ ഗുരുകുലത്തിൻ്റെ അധിപനായി പിതാവായി ശുശ്രൂഷ ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട തോമസ് കാഞ്ഞിരമുകളിലച്ചന് യാത്രയയപ്പാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലൊക്കെ പ്രയാസം നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും നമ്മൾ ഒന്നിച്ചുകൂടി വരിക, അതിലും അഭിവന്യ പിതാവിൻ്റെ കൂടെയും നേതൃത്വത്തിലും ആയിരിക്കുക സ്വർഗീയ സന്തോഷം തരുന്നതാണ്. ഒരുപക്ഷെ സാമിസ്റ്റ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം, സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ ആനന്ദകരമാണ്. ബാക്കിയുള്ളത് നമുക്കറിയാം, അത് അഗർവൻ്റെ താടിയിലും എനിക്ക് ലാംഗ്വേജ് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ വലിയൊരു കൂട്ടായ്മയിലാണ് നാം ആയിരിക്കുന്നത്. ഈ കൂട്ടായ്മയിലെ ഇന്നത്തെ സർവ പരിപാടികൾക്കും മോടി പിടിപ്പിക്കുവാനായി, അനുഗ്രഹം പ്രദാനം ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ അഭിവന്യ പിതാവാണ്, അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ്. തിരുമേനി നമ്മുടെ രൂപതയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗുരുകുലം സെമിനറിക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ 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 അധികമാണ്. പിതാവിൻ്റെ ആ വലിയ ലീഡർഷിപ്പ് രൂപതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഗുരുകുലം സെമിനറിക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്നു, പ്രചോദനം നൽകുന്നു, മാതൃകയായി തീർന്നിട്ടുണ്ട്. പിതാവിനെക്കുറിച്ച് എത്ര മണിക്കൂർ പറഞ്ഞാലും പറഞ്ഞു തീരത്തില്ല. ഒരു വാക്കിൽ മാത്രം പറയുകയാണെങ്കിൽ വലിയൊരു പ്രവാചക ദൗത്യത്തോടുകൂടി രൂപതയിൽ സേവനം അനുഷ്ഠിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രവാചക ദൗത്യം അല്ലെങ്കിൽ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് അത് അതുപോലെ പറയുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം പ്രവാചകൻ ദീർഘദർശിയാണ്. രൂപതയ്ക്ക്, സഭയ്ക്ക് ദൈവികമായവ വളരെ ഭാവിയിലുള്ള കാര്യങ്ങൾ മുൻകണ്ട്
ഇപ്പോൾ തന്നെ തയ്യാറായി അത് അതുപോലെ നടപ്പിൽ ആക്കുന്നവൻ. ദൈവത്തിന്റെ വചനം പ്രാവർത്തികമാകുന്നു, വെറുതെ പോകുന്നില്ല. വള്ളി പോലും തെറ്റുന്നത് മാത്രമല്ല, അത് ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകുന്നില്ല. ആ രീതിക്ക് ദൈവത്തിന്റെ വചനം രൂപതയിൽ, സഭയിൽ നടപ്പാക്കിക്കൊണ്ട് പിതാവ് തൻ്റെ പ്രവാചക ദൗത്യം വളരെ ഭംഗിയായിട്ട് നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അച്ഛന്മാരുടെയും ബ്രദേഴ്സിൻ്റെയും കൂട്ടായ്മയിൽ പിതാവ് ആയിരിക്കുമ്പോൾ പിതാവിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിതാവിൻ്റെ നിഷ്ഠയാണ്. പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഉള്ള നിഷ്ഠ. അത് ഓരോ സെമിനാരിക്കാരനും, അത് ഓരോ വൈദികനും അങ്ങേയറ്റം മാതൃക ആകേണ്ട കാര്യമാണ്. അരമനയിൽ ഒന്നിച്ചായിരുന്നത് കൊണ്ട്, കൂടെ താമസിക്കുവാൻ സാധിച്ചത് കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും കാണിക്കുന്ന അതീവമായ ശ്രദ്ധ, അതീവമായ താല്പര്യം, അതീവമായ ഉത്സാഹം, അനിഷ്ട. ഒരു വാക്കിൽ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു പെർമിഷന് പിതാവിൻ്റെ അടുത്ത് അപേക്ഷ പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ എഴുതി ഫോർവേഡ് ചാൻസലർ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പേനായും വെച്ച് കാത്തിരിക്കും ആ പെർമിഷൻ ഒപ്പിടാനായിട്ട്. അത്രമാത്രം ഫാസ്റ്റാണ്, അത്രമാത്രം ജാഗരൂകനാണ്, അത്രമാത്രം ശ്രദ്ധാലുവാണ്. അത് ആ രീതിയിലൊക്കെ പിതാക്കന്മാരും വൈദികരും പ്രവർത്തിക്കുമെങ്കിൽ സഭ ഇനിയും എത്രയോ അധികം ദൈവമഹത്വത്തിനായി ആയിത്തീരും എന്നുള്ളത് ചിലപ്പോൾ ചിന്തിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് ആകർഷിച്ചിട്ടുള്ള കാര്യമാണ്. കട്ട പനിയായിട്ട് ശ്വാസിക്കാൻ സാധിക്കാതെ സംസാരം പുറത്ത് വരുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പോലും പിതാവ് അരമനയിലാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ബെല്ലടിച്ചാൽ, വാണിംഗ് അടിച്ചാൽ ആ സെക്കൻഡിൽ അവിടെ എത്തിച്ചേരും. ഞങ്ങൾ 1-ാം നിലയിൽ നിന്ന് വാണിംഗ് കേട്ട് പ്രാർത്ഥന ദേവാലയത്തിലേക്ക്, ചാപ്പലിലേക്ക് എത്തുന്നതിന് മുമ്പ് പിതാവ് ഒരുങ്ങി പുസ്തകം എടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എല്ലാത്തിനും ഉള്ള ആ വേഗത, ആ ശ്രദ്ധ, ആ ജാഗ്രത, ആ തീക്ഷ്ണത, ഇങ്ങനെ പറഞ്ഞ് ദിവസം മുഴുവൻ വേണമെങ്കിൽ പറയാൻ പറ്റും. അച്ഛന്മാരെന്നെ റെഡിയാക്കും. അതുകൊണ്ട് അപ്പം അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിതാവിന്റെ ശുശ്രൂഷ നമുക്ക് ബത്തേരിയിലും അല്ലെങ്കിൽ ഗുരുകുലത്തിലും ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. നമുക്ക് വളരെയധികം ഫലപ്രദവും ഫലദായകവും അതുപോലെ തന്നെ അനുഗ്രഹപ്രദവുമാണ്. പിതാവിനെ നമ്മുടെ ഇടയിലേക്ക്, ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിൽ വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രിയ ബഹുമാനപ്പെട്ട ചീഫ് വികാർ ജനറൽ കോറെപ്പിസ്കോപ്പ സെബാസ്റ്റ്യൻ അച്ഛൻ ഇത്രയും അധികം പിതാവിനോട് തോളോട് തോൾ ചേർന്ന്, മനസ്സോട് മനസ്സ്, പ്രവൃത്തിയോട് പ്രവൃത്തി, വാക്കോട് വാക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ, അതും വലിയ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. അച്ഛനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ചീഫ് വികാർ ജനറലായിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിതാവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്നതുവരെ അച്ഛൻ്റെ ടെൻഷൻ കണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. മുറിയിൽ ഇരിക്കത്തില്ല, ഓടോടി നടന്ന് തീരുന്നതുവരെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എല്ലാവരുടെ ഓഫീസ് സംബന്ധിച്ചും അച്ഛൻ തീവ്രമായിട്ട് പിതാവോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. അച്ഛനെയും അതുപോലെ ഗുരുകുലത്തിനും നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട റക്ടച്ചൻ്റെ ഉപ്പാപ്പനാണ് സെബാസ്റ്റ്യൻ അച്ഛൻ. അപ്പം അങ്ങനെ ഒരു വലിയ ബന്ധം ഉണ്ട്. അപ്പം ഇന്ന് ഈ പരിപാടിയിലേക്ക് അച്ഛൻ കടന്നു വന്നതിനും അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട റക്ടച്ചൻ 4-3-7 വർഷങ്ങൾ, എനിക്ക് ഈ 7 വർഷവും അച്ഛനുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിച്ചു. മാത്രമല്ല അതിലുപരിയായിട്ട് റോമായിൽ ഗ്രിഗോറിയനിലും ഓറിയന്റലിലും ഡൊമസ്റ്റൈനയിലും ലിയോണിയനയിലും അതുപോലെ ഓരോ ഗ്യാതറിങ്സിലും, പ്രത്യേകിച്ച് ലൈബ്രറിയിൽ ചെല്ലുമ്പോഴൊക്കെ, പിന്നെ നമ്മുടെ മലങ്കര മലയാളി അതുപോലുള്ള കൂട്ടായ്മകളിലുമൊക്കെ
അച്ഛനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ജോണച്ചോ എന്ന് വിളിച്ചാൽ അങ്ങ് നീണ്ടു നിൽക്കും. അതിനകത്ത് വലിയൊരു വാംതും ഒരു 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 എന്തുവാ ഊഷ്മളതയും ഒക്കെ ഉണ്ട്. വലിയ ബന്ധമാണ്. അതല്ല പറഞ്ഞു വരുന്നത്. അതുപോലുള്ള ബന്ധം ബഹുമാനപ്പെട്ട റെക്ടച്ചൻ ഓരോ സെമിനാരിക്കാരനോടും കാണിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചാൽ കുഞ്ഞുങ്ങൾ ഓടോടി വന്ന് നമ്മൾ ആട്ടിൻകൂട്ടമോ അല്ലെങ്കിൽ അതുപോലെ സ്നേഹമുള്ള പെറ്റ് ആനിമൽസ് ഒക്കെ എത്ര സ്നേഹത്തോടെ അടുത്ത് വന്ന് നിൽക്കുമോ അതുപോലെ അച്ഛൻ്റെ കുഞ്ഞുമക്കൾ സെമിനാരിക്കാര് വാത്സല്യത്തോടുകൂടി അടുത്ത് വന്ന് നിൽക്കുന്നതും, പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ്. നോക്കി ഓരോരുത്തരെയും പഠിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ, കറക്ഷൻസ് ഒക്കെ നൽകി വളരെയധികം ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ഗൗരവമായിട്ടും അച്ഛൻ സെമിനറി ഫോർമേഷൻ നൽകുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛനെക്കുറിച്ചും പറഞ്ഞാൽ ഇവിടെ ഒന്നും നിർത്താൻ പറ്റത്തില്ല. ആശംസ എല്ലാ സ്വാഗതമാണ്. അതുകൊണ്ട് അച്ഛന് എല്ലാ ഭാവുകങ്ങളും നന്ദിയും അർപ്പിക്കുന്നതോടൊപ്പം അച്ഛനെയും നമ്മുടെ ഇടയിലേക്ക് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് പൊയ്കമണ്ണിൽ അച്ഛൻ സെമിനറിയുടെ സ്പിരിച്വൽ ഫാദറായിട്ട്, അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സഹപാഠിയായിട്ട് അച്ഛനോടും ഞാനിവിടെ പഠിപ്പിക്കാൻ വരുമ്പോൾ ഇപ്പോൾ താമസിക്കുമ്പോൾ എന്നോടും ഒക്കെ വളരെ അടുത്ത ചങ്ങാതിയായി അച്ഛൻ്റെ പ്രെയർ മിനിസ്ട്രി കണ്ടുപഠിക്കേണ്ട ഫോൺ പ്രെയർ മിനിസ്ട്രിയാണ്. ഒരു ദിവസം തന്നെ ഒരു 10-15 പേർക്കെങ്കിലും കുറഞ്ഞത് അച്ഛൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചിരിക്കും. കൂടുതലില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്മ അറിഞ്ഞ മറിയെ അല്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവെ ഒരു ചെറിയ പ്രാർത്ഥന അനുഗ്രഹിക്കട്ടെ. പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു മിനിസ്ട്രിയാണ്. ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ സെമിനാരിലും പ്രാർത്ഥനയുടെ ചാപ്പലിലെ കാര്യത്തിലും ക്ലാസിന്റെ കാര്യത്തിലും 5 മിനിറ്റ് മുമ്പെങ്കിലും വന്ന് മുട്ടി മോദി നിൽക്കും, തുടങ്ങുവാനായിട്ടും നടത്തുവാനായിട്ടും. അച്ഛനെയും വളരെയധികം സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ കോറപ്പിസ്കാപ്പച്ചൻ അർമ്മൻകുടി അച്ഛനുണ്ട്, പ്രൊക്രേറ്റർ അച്ഛൻ ചാക്കോ വെള്ളഞ്ചാലിൽ അച്ഛനുണ്ട്, അതുപോലെ തന്നെ മലയപ്പറമ്പിൽ അച്ഛനുണ്ട്, മാതാപ്പറമ്പിൽ അച്ഛനുണ്ട്, സെക്രട്ടറി അച്ഛനുണ്ട്, ക്രിസ്തുമന്ദിരം അച്ഛനുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ മഹിമ ക്ലാസ് ഈ ദിവസങ്ങളിൽ കൂടുതൽ ഇൻറ്റൻസീവായിട്ട് പിള്ളേർക്ക് ക്ലാസ് എടുത്ത് സഹായിച്ചിട്ടുണ്ട്. സിസ്റ്റർ കൂരിയാൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിൽ ചാർജ് അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്. സിസ്റ്ററിന് ഭാവങ്ങൾ നേരുന്നതോടൊപ്പം 2 സിസ്റ്റേഴ്സിനെയും, മറ്റേ സിസ്റ്ററിന്റെ പേരറിയുന്നില്ല, 2 സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോടെ അപർണ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ബ്രദേഴ്സ് നമ്മുടെ ഗെറ്റ് ടുഗദറാണ്. നമ്മുടെ പ്രിയപ്പെട്ട റെക്ടച്ചന് നമ്മൾ യാത്രയപ്പ് നൽകുന്നതാണ്. നിങ്ങളാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടവർ. നിങ്ങളെയും എല്ലാവരെയും, റെജിനെയും സ്റ്റാഫ്സ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കലാലയ ജീവിത കാലയളവിൽ ഒന്നിച്ചു വളർന്നും പഠിച്ചും ചിരിച്ചും കളിച്ചും നടന്ന് സ്നേഹം പങ്കിട്ടവരാണ് വന്യ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പ അച്ഛനും വന്യ കാഞ്ഞിരമുകളിൽ അച്ഛനും. അച്ഛന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്യ പിതാവേ, ഗുരുകുലം ഭവനത്തിൻ്റെ നാഥൻ ബഹുമാനപ്പെട്ട തോമസ് കാഞ്ഞിരമുകളച്ചൻ, ബഹുമാനപ്പെട്ട മാത്യു അറമ്പൻകുടിയിൽ കോറപ്പിസ്കോപ്പാച്ച, സ്നേഹമുള്ള വൈദിക സഹോദരരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയ ശമാശന്മാരെ, പ്രിയ സെമിനാരി വിദ്യാർത്ഥികളെ, അനീഷ്, റെജിൻ, പ്രിയ സഹോദരങ്ങളെ, 1979 ജൂൺ മാസം 18-ാം തീയതി ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഹൃദയമായി ബത്തേരി ഭദ്രാസനത്തിൽ ആരംഭം കുറിച്ചിരിക്കുന്ന ഗുരുകുലം സെമിനാരിയുടെ ഇപ്പോഴത്തെ റെക്ടറച്ചൻ, ഗുരുകുലം ഭവനത്തിൻ്റെ ആദ്യ ബാച്ചുകാരനായി ജീവിതം ആരംഭിച്ച വ്യക്തിത്വമാണ്.
അച്ഛൻ്റെ കഴിഞ്ഞകാല ശുശ്രൂഷകളെ കുറിച്ച് ബത്തേരി ഭദ്രാസനത്തിന് വളരെ നന്ദിയോടുകൂടെ മാത്രമേ ഓർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ വൈദികർക്കും പരിശുദ്ധ സഭ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഏർപ്പെടുത്തി കൊടുക്കും. അതൊക്കെ അവരുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളായിട്ട് നിൽക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട റക്ടറച്ചനെ സംബന്ധിച്ചിടത്തോളം 1990 നവംബർ മാസം 1-ാം തീയതി അഭിവന്ദ്യനായ ശ്രീ ബസേലിയോസ് കാതോലിക്ക ബാബ തിരുമനസിന്റെ അനുഗ്രഹീതമായ കരങ്ങളാൽ കൊടശനാട് സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച് ബത്തേരി ഭദ്രാസനത്തിന്റെ വിവിധങ്ങളായ ശുശ്രൂഷ തലങ്ങളിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചു. ആ ശുശ്രൂഷകളെ എല്ലാം വിലയിരുത്തി നോക്കുമ്പോൾ വ്യക്തിപരമായി ഞാൻ പറയും, അച്ഛൻ്റെ ജീവിതത്തിലെ മായാത്ത ഓർമ്മകളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഗുരുകുലം ഭവനത്തിൽ അച്ഛൻ നിർവഹിച്ച അനുഗ്രഹീതമായ ശുശ്രൂഷയാണ്. അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുൻപിൽ ഇരിക്കുന്നതായ കൊച്ചച്ഛന്മാര് ഉൾപ്പെടെ ബത്തേരി ഭദ്രാസനത്തിൽ ഇനിയും ഭാവിയിൽ വൈദികരാകുവാനായിട്ടുള്ള സെമിനാരിക്കാരുൾപ്പെടെ അനേകം പേര് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും തൻ്റെ ആത്മസമർപ്പണത്തിലൂടെയും ബത്തേരി ഭദ്രാസനത്തിൻ്റെ അമൂല്യ നിധികളായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും ഏറ്റവും വലിയ അനുഗ്രഹവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളുകൾ എത്ര പിന്നിട്ടാലും നാളെ ബത്തേരി ഭദ്രാസനം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ നമ്മൾക്ക് പറയുവാനായിട്ട് സാധ്യമാകും. വിശുദ്ധരായ, തീഷ്ണതയുള്ള, സഭാസ്നേഹികളായ നല്ല വൈദികരാണ് നാളെ ബത്തേരി ഭദ്രാസനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഈ മക്കളെ വാർത്തെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട റക്ടറച്ചൻ ചെലുത്തിയിട്ടുള്ള ശുശ്രൂഷ അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അച്ഛൻ്റെ സന്തോഷം എന്ന് പറയുന്നതും അഭിമാനം എന്ന് പറയുന്നതും താൻ തെരഞ്ഞെടുത്ത് വളർത്തിയെടുത്തതായ ഈ വൈദിക വിദ്യാർത്ഥികൾ ഭാവിയിൽ പരിശുദ്ധ സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്നത് കാണുമ്പോഴാണ് അച്ഛൻ്റെ ആ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം അതിനിടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് ബഹുമാനപ്പെട്ട റക്ടറച്ചനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ അച്ഛൻ്റെ പ്രത്യേകമായ സവിശേഷതയായിട്ട് ഞാൻ കണ്ടത് അച്ഛൻ്റെ ആരാധന ജീവിതത്തിലുള്ള നിഷ്ഠ എന്നുള്ളതാണ്. ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മളെ ആരാധനപരമായ കാര്യം നിർവഹിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അച്ഛൻ്റെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഓരോ ശുശ്രൂഷകരും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഗ്രാഹ്യം അച്ഛന് ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം പരിശുദ്ധ സഭയിൽ ഏറ്റവും പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ നിർവഹിക്കേണ്ട ആരാധനയോടുള്ള അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ അടുപ്പവും ഹൃദയത്തിൻ്റെ ബന്ധവുമാണ് അത് കാണിക്കുന്നത്. അതിലേറ്റവും മകുടമായിട്ട് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധനാപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് താൻ പഠിപ്പിക്കുന്ന തൻ്റെ വിദ്യാർത്ഥികൾ തങ്ങളുടെ
അജപാലന ശുശ്രൂഷയിൽ നിർവഹിക്കണം എന്നുള്ള ചിട്ടയും അച്ഛന് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛന് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതുതന്നെയാണ്. പരിശുദ്ധ സഭയിലെ ആരാധനപരമായ കാര്യങ്ങൾക്ക് തെറ്റുകൂടാതെ, വീഴ്ച കൂടാതെ കൃത്യമായി ആരാധന നിർവഹിക്കുവാനായിട്ട് അവരെ പ്രാപ്തരാക്കുവാൻ അച്ഛന് കാണിക്കുന്ന തീഷ്ണത. മൂന്നാമത് അച്ഛനെക്കുറിച്ച് എനിക്കുള്ളതായ ഒരു സന്തോഷം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് അധികാരികളോടുള്ളതായ അച്ഛൻ്റെ വിധേയത്വം. അഭിവന്യ പിതാവിൻ്റെ അടുക്കൽ വരുമ്പോഴും പിതാവിനോട് ഇടപഴകുന്നതായ ശൈലികളും രീതികളും ഒക്കെ പരിശുദ്ധ സഭയിൽ അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകുന്നതായ ആ ബഹുമാന ആദരവുകൾ ആധുനിക യുഗത്തിന് പലപ്പോഴും ഇന്ന് ഇത് കൈമോശപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുറ്റവും കുറവുമായിട്ടല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മളുടെ അരമനയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ ഒരു ഗ്യാതറിങ്ങിൽ ഞാൻ അഭിനയ പിതാവിന് മുൻപിൽ വെച്ച് തന്നെ നമ്മുടെ അച്ഛന്മാരെല്ലാം കൂടിയപ്പോൾ ഞാൻ മൈക്കിൽ കൂടെ തന്നെ പറയുകയുണ്ടായി, ഇന്ന് നമ്മളുടെ ശമാശന്മാർക്കും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ മുതിർന്നവരെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുവാനൊക്കെ അവർ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വന്യനായ റക്ടറച്ചൻ തൻ്റെ അധികാരികളുടെ അടുക്കൽ ഇടപഴകുന്നതും അവർക്ക് കൊടുക്കുന്ന ആദരവും ബഹുമാനവും അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. മൈനസ് സെമിനാരിൽ ഞാൻ റക്ടറായിരുന്ന സമയത്ത് എൻ്റെ കൊച്ചന്മാരോടൊക്കെ ഞാൻ അന്ന് പറയുമായിരുന്നു, മക്കളെ, മൈനർ സെമിനാരിയിൽ വെച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ആർജിച്ചെടുത്തിട്ടുണ്ടോ അത് മാത്രമേ നിങ്ങൾ പുരോഹിതരായാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ. ഈ മൈനസ് സെമിനാരിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതായ കാര്യങ്ങളാണ് നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് പോകുന്നത് എന്നും. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് അനേകം കാര്യങ്ങൾ ഒപ്പിയെടുക്കുവാനായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാനതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതം ഒരു നല്ല പാഠമായിട്ട്, ഒരു തുറന്ന പുസ്തകമായിട്ട് നിങ്ങളുടെ മുൻപാകെ ഇതുവരെ അച്ഛന് അവതരിപ്പിച്ചു. പുറമേ കാണുമ്പോൾ എല്ലാവർക്കും പേരുണ്ട്, റക്ടറച്ചനാണ്, വലിയ സ്ഥാനമാണ് എന്നൊക്കെ പറയും. പക്ഷേ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വ്യക്തി ഏറ്റെടുക്കുന്നതായ സ്ട്രഗിളും മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ പലപ്പോഴും ആരും മനസ്സിലാക്കാറില്ല. ചിലപ്പോഴെങ്കിലും വൈദിക കൂട്ടായ്മ ഒരുമിച്ച് കൂടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തമാശ ആണെങ്കിൽ പോലും അതിനകത്തൊരു കാര്യമുണ്ട്. മൈനസ് സെമിനാരി റക്ടറായി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദറായി അവിടെ ഞങ്ങൾ മാതൃക കാണിച്ച് മടുത്തു. കാരണം കുഞ്ഞുങ്ങളുടെ മുൻപാകെ എപ്പോഴും മാതൃകാപരമായിട്ട് തന്നെ വേണമല്ലോ വ്യാപരിക്കുവാനായിട്ട്. അവരാണ് തുറന്ന പുസ്തകമായിട്ട് കുഞ്ഞുങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. പല കാര്യങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള സമയം, വ്യക്തിപരമായിട്ടുള്ള കാര്യം, അവയെല്ലാം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ തലമുറയെ വാർത്തെടുക്കുവാനായിട്ടുള്ള ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട റക്ടറച്ചൻ ഇതുവരെയും ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അച്ഛനെ കുറിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ജോണച്ചൻ പറഞ്ഞതുപോലെ പറയാൻ തുടങ്ങിയവനെ ഫുൾ സ്റ്റോപ്പില്ലാതെ പോകുമല്ലോ, ഇല്ല, പെട്ടെന്ന് നിർത്തിയേക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റക്ടറച്ചനെ നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും തേച്ച് വടിവൊത്ത കുപ്പായവുമായിട്ട് അച്ഛനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ പോലും ഒരു മുഷിഞ്ഞ കുപ്പായം ഇട്ടോ അല്ലെങ്കിൽ അല്പമെങ്കിലും ചെളി പുരണ്ട ഒരു കുപ്പായവും ഇട്ടുകൊണ്ട് അച്ഛനെ
റൂമിനകത്ത് ആണെങ്കിൽ പോലും കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു വലിയ അടയാളമാണ് അത്. തൻ്റെ പൗരോഹിത്യത്തെ എത്ര ഭംഗിയായിട്ട് അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല പാഠമാണ്. നമ്മളുടെ മുൻപാകെ നമ്മളെ കാണുവാനും കേൾക്കുവാനും നമ്മളോടൊപ്പം പല കാര്യങ്ങൾക്ക് വ്യാപരിക്കുവാനുമായിട്ടൊക്കെ സമൂഹം വരുമ്പോൾ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ഡിഗ്നിറ്റി പബ്ലിക്കിന് മുമ്പാകെ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു കുറവ് മറ്റൊരാൾക്ക് പറയുവാനായിട്ട് ഇടയാകരുത്. അത് ഞാൻ തന്നെ ആദ്യം എൻ്റെ പൗരോഹിത്യത്തെ റെസ്പെക്റ്റ് ചെയ്തു എങ്കിൽ മാത്രമേ എനിക്ക് ഇത് അപരൻ്റെ മുൻപാകെ ആ തലത്തിൽ പ്രസന്റ് ചെയ്യുവാനായിട്ട് സാധ്യമാകുള്ളൂ. അങ്ങനെ ഒന്നല്ല, ഓരോ കാര്യവും അച്ഛൻ്റെ ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ ധന്യമായ ജീവിതം നയിച്ച് ധന്യമായ നിലയിൽ ഗുരുകുല ഭവനത്തിന് വലിയ നേതൃത്വം നൽകിയ അച്ഛൻ പരിശുദ്ധ സഭയുടെ പ്രത്യേകമായ തീരുമാനപ്രകാരം ഗുരുകുലം ഭവനത്തിൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി സഭ ഏൽപ്പിക്കുന്ന പുതിയ ശുശ്രൂഷ മേഖലയിലേക്ക് അച്ഛൻ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. അത് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അഭിമന്യ പിതാവ് വെളിപ്പെടുത്തിക്കൊള്ളും. ബഹുമാനപ്പെട്ട അച്ഛന് പുതിയ ശുശ്രൂഷ തലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാവിധമായ നന്മയും ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളിതുവരെ ദാവീദിനെ കുറിച്ച് കർത്താവ് പറയുന്നല്ലോ, ഇവനാണ് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെന്ന് ദാവീദിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ തമ്പുരാൻ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ നല്ല പുരോഹിതനായി ഇതുവരെയും ശുശ്രൂഷ ചെയ്തു. ഇതിനേക്കാളും ഉപരിയായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന അഭിമന്യ പിതാവിൻ്റെയും പ്രിയപ്പെട്ട വൈദിക സഹോദരേവരുടെയും സന്യസ്തരുടെയും ഗുരുകുലം കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേരിൽ അച്ഛന് യാത്രാമംഗളത്തോടൊപ്പം പുതിയ തസ്തികയിലെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൻ്റെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ശുശ്രൂഷ മേഖലകളിൽ ഒരു വല്യച്ഛൻ കൊച്ചച്ഛൻ ബന്ധമാണ് ഇപ്പോഴും പൊയ്കമണിലച്ഛനും കാഞ്ഞിരമുകളച്ഛനും തമ്മിലുണ്ടായിരുന്നത്. കത്തീഡ്രൽ ഇടവക മുതൽ ആരംഭിച്ച ബന്ധമാണ് അത്. പ്രായത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. പൊയ്കമണിലച്ഛൻ കൊച്ചച്ഛനായും പ്രിയപ്പെട്ട കാഞ്ഞിരമുകളച്ഛൻ വല്യച്ഛനായിട്ടുമായിരുന്നു ശുശ്രൂഷ പദങ്ങളിൽ ഇതുവരെയും ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട കൊച്ചച്ഛന് വല്യച്ഛൻ്റെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലുണ്ട്. ഈ ഒരു സമയം ആ ഒരു സന്തോഷം പങ്കുവെക്കുവാൻ പുതിയ പ്രവർത്തന മേഖല യാത്രയാകുമ്പോൾ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ട പൊയ്കമണിലച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവേ, പെരിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛ, സ്നേഹമുള്ള റക്ടറച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഷമ്മാശന്മാരെ, ബ്രദേഴ്സ്, സഹോദരങ്ങളെ, കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് 2 വർഷവും ഇവിടെ മനസ്സിനാരിൽ 4 വർഷവും ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു. ഞാൻ ഒരു താരതമ്യ പഠനം നടത്തിയത് ഞങ്ങളിൽ വ്യത്യാസം. എനിക്ക് ആമാശയം കൂടുതലാണ്, ആശയം ഇല്ല. റക്ടറച്ചന് ആമാശയമുണ്ട്, പക്ഷെ ആശയം കൂടുതലാണ്. ഇത് പറയുമ്പോൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അവധാനതയോടെ നിർവഹിക്കുന്നു എന്നുള്ളത് കണ്ടു പഠിക്കേണ്ട ഒരു മാതൃകയാണ്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നഷ്ടധീരനാകാതെ അവധാനപൂർവം പ്രാർത്ഥനാപൂർവം തീരുമാനമെടുക്കുന്ന ഒരു വലിയൊരു ശക്തി. അങ്ങനെയുള്ള തീരുമാനത്തിൽ തെറ്റ് ഭവിക്കുകയുമില്ല. സെമിനാറിലാണ് കണ്ടിട്ടുള്ളത്. ഉദാഹരണം പറയാൻ സമയം കുറവുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയും അതിനെയെല്ലാം കൃത്യതയോടെ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന റക്ടറച്ചൻ ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ തന്നെയാണ്. വൃത്തിയുടെ കാര്യത്തിൽ ജനറലച്ചൻ പറഞ്ഞു, അത് ഞാനും ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു. പെർഫെക്ഷൻ
ഏത് കാര്യം ചെയ്താലും അത് അതിൻ്റെ പരിപൂർണത നിർവഹിക്കുക എന്നുള്ള വലിയൊരു സംഗതി അച്ഛനിലുണ്ട്. ഉഴപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. ആ കാര്യം പ്രദർശനം പറഞ്ഞു കൊടുക്കും. ചെയ്യുന്നത് വൃത്തിയായിട്ട് പരിപൂർണമായിട്ട് ചെയ്യുക എന്നുള്ളത്. ആളുകൾ ഇടപഴകുമ്പോൾ മറ്റുള്ളവർ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് താല്പര്യത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ അച്ഛന് വലിയ കഴിവാണുള്ളത്. ആരെയും പിണക്കി വിടുന്ന സ്വഭാവമില്ല. ആരെങ്കിലും ദേഷ്യപ്പെട്ട് വന്നാൽ തന്നെയും അവരെ സ്നേഹത്തോടെ സംസാരിച്ച് കയ്യിൽ എടുക്കുന്ന വലിയ ഒരു സ്വഭാവമുണ്ട്. ആശയമുണ്ട്, ദർശനമുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന വിധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയോടെയാണ് അച്ഛൻ ചെയ്യുന്നത്. അച്ഛൻ്റെ പ്രവർത്തന ശൈലിയെല്ലാം വളരെ കൃത്യമാണ്. എല്ലാ ഓഫീസ് കാര്യങ്ങളിലും പരിപൂർണമായിട്ട് അച്ഛൻ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയും നല്ല ഉപദേശം നൽകുമ്പോൾ അത് കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ ശിരസ നിർവഹിക്കുന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. ഞങ്ങൾ തങ്ങളുള്ള സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. സത്യം, വഴക്കോ കലഹോ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോകുന്നു. നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അത് ജോണച്ചെന്ന് പറഞ്ഞു ഒത്തൊരുമിച്ച് പോകുന്നു എന്നുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് ജോലി ഏൽപ്പിച്ചാലും അത് അതിൻ്റെ പരിപൂർണ്ണ അച്ഛൻ നിർവഹിക്കും. ഒരു 35 ദിവസത്തോളം ദുബായിൽ ശുശ്രൂഷ ചെയ്തു. A+ മേലെ ഉള്ള ഡിഗ്രി മാർക്ക് കരസ്ഥമാക്കിയിട്ടാണ് അച്ഛൻ തിരിച്ചു വന്നത്. അതിൻ്റെ പരിണിതഫലമായിട്ടായിരിക്കണം അച്ഛൻ്റെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ. അഭിനന്ദ പിതാവ് അക്കാര്യം ഇവിടെ അവതരിപ്പിക്കും. എന്താണെങ്കിലും അച്ഛൻ, ഞാൻ ഇവിടെ നിൽക്കുന്ന അച്ഛന് ആശംസ അർപ്പിക്കാനാണ്, കൂടുതൽ പ്രാർത്ഥനയും. അച്ഛൻ പോകുന്ന സ്ഥലത്ത് ഇപ്പറഞ്ഞതുപോലെ ഏറ്റവും കൂടിയ ഗ്രേഡിലുള്ള മാർക്ക് ലഭിച്ച് സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരത്തക്ക വിധം അച്ഛൻ്റെ പ്രവർത്തനം ഏറ്റവും വിശിഷ്ടവും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് റെക്ടർ അച്ഛനെയും സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന് ഒരു ആശംസാ ഗാനവുമായി സെമിനാരി കോയർ ടീം പ്രിയപ്പെട്ട ബ്രദേഴ്സിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആശംസഗാനം പാടാം പാടാം, ആമോദരാഗം മൂളാം മൂളാം. ആശംസഗാനം പാടാം പാടാം, ആമോദരാഗം മൂളാം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നേട്ടിരുത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നേട്ടിരുത്തിൽ. ഞങ്ങൾ പാടാം ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം തോമസ് അച്ഛന് ആശംസകൾ. ആശംസഗാനം പാടാം പാടാം, ആമോദരാഗം മൂളാം മൂളാം. ആശംസഗാനം പാടാം പാടാം, ആമോദരാഗം മൂളാം മൂളാം. ഒരുപാട് നന്മകളെ അതിലേറെ സ്നേഹവുമായി ഗൾഫ് നാട്ടിലെന്നും അനുഗ്രഹ പൂമഴ കാണും. നന്ദിതന്നറുമലരേകാ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ.
നന്ദിതന്നറുമലരേക പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ തോമസച്ചന് ആശംസകൾ ആശംസഗാനം പാടാം പാടാം ആമോദരാഗം മൂളാം ആശംസഗാനം പാടാം പാടാം ആമോദരാഗം മൂളാം. പ്രിയപ്പെട്ട റക്ടറച്ചനോട് എൻ്റെ സ്വന്തം റീജന്റ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ചാക്കോ മാടവന ചെമ്മാശൻ. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഒരു വർഷക്കാലം റീജൻസി ചെയ്ത ആ അനുഭവങ്ങളൊക്കെ നിരത്തി പ്രിയപ്പെട്ട അച്ഛന് ആശംസകൾ സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട ചാക്കോ ചെമ്മാശനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആർത്തു വിളിക്കുകയും ചെയ്യട്ടെ. സങ്കീർത്തന പുസ്തകം 132 അധ്യായം 9 വാക്യം. അഭിമന്യ പിതാവേ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന മുഖ്യ വികാരി ജനറൽ വന്യ സെബാസ്റ്റ്യൻ കീപ്പൽ കോർപ്പസ് കോപ്പാച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട റക്ടറച്ച, ഇവിടെ ആയിരിക്കുന്ന വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ദേശാടന പക്ഷിയുടെ ജീവിതം പോലെയാണ് ഒരു പുരോഹിതന്റെ ജീവിതം. ദേശാടന പക്ഷിയുടെ പ്രത്യേകത, അതിന് സ്വന്തമായി ഒരു ഭവനമില്ല, സ്വന്തമായി ഒരു ഭക്ഷണമില്ല, സ്വന്തമായി ഒരു സാഹചര്യമോ ഒരു ചുറ്റുപാടുകളോ ഈ ദേശാടന പക്ഷിക്ക് ഇല്ല. ഇതുപോലെ തന്നെയാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തെ സംബന്ധിച്ചും. അതായത് ഒരു പുരോഹിതൻ സ്വന്തമായ ദേശമില്ല, ഭക്ഷണമില്ല, അതോടൊപ്പം അതിന് ചുറ്റുപാടുകളില്ല. ഒരു ദേശത്ത് ഒരു ദേശാടന പക്ഷി വന്നു കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ മുഴുവൻ ആകർഷണവും പിന്നീട് ഈ ദേശാടന പക്ഷിയിലേക്ക് ആയിരിക്കും. ഇന്ന് ഈ ഗുരുകുലം ദേശത്ത് ഒരു ദേശാടന പക്ഷിയെ പോലെ കടന്നു വന്ന് ഇവിടെ നിന്ന് മറ്റൊരു ദേശത്തേക്ക് പറന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റക്ടറച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് 4 വർഷക്കാലം ഈ സെമിനാരിയിൽ വളരെ ത്യാഗപൂർണമായ ഒരു ശുശ്രൂഷ വന്യ റക്ടറച്ചൻ ഇവിടെ നിർവഹിച്ചു. അച്ഛൻ സെമിനാരിയിൽ നിന്ന് മറ്റൊരു ശുശ്രൂഷ ഏറ്റെടുത്ത് യാത്രയാകുമ്പോൾ ഞങ്ങൾക്ക് സെമിനാരി വിദ്യാർത്ഥികൾക്ക് അച്ഛന് നൽകാനായിട്ടുള്ളത് ഞങ്ങളുടെ നന്ദി മാത്രമാണ്. കാരണം കഴിഞ്ഞ 4 വർഷത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചു. അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗരോഹിത്യത്തിൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട റക്ടറച്ചൻ. കാരണം ഞങ്ങളെ കാണുമ്പോഴൊക്കെ അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പൗരോഹിത്യത്തിൽ ആനന്ദം കണ്ടെത്തണമെന്ന്. അത് അച്ഛൻ പറയുക മാത്രമല്ല, അച്ഛൻ്റെ ജീവിതത്തിലൂടെ അച്ഛൻ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞങ്ങൾ മനസ്സിലാക്കിയത് അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും കൊടുക്കുന്ന പ്രാധാന്യത്തിൽ നിന്നാണ്. അച്ഛൻ്റെ ഏറ്റവും വലിയ സവിശേഷത, അച്ഛന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കാനാണ്. കാരണം അച്ഛൻ മനസ്സിലാക്കിയതായ ദൈവശാസ്ത്രം, വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം, അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അച്ഛൻ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സ്, അത് അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം, വളരെ സ്നേഹമുള്ള ഒരു വൈദികൻ. എൻ്റെ റീജൻസി കാലഘട്ടം മുഴുവൻ, 1 വർഷം മുഴുവൻ അച്ഛനോടൊപ്പമായിരുന്നു. അച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക എന്നത്. കാരണം അച്ഛൻ്റെ അടുത്ത് വരുന്നവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ കാണുന്ന ഒരു വന്യ വൈദികൻ.
പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച്, സെമിനാരി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തിരുത്തേണ്ട സമയത്ത് അച്ഛൻ കൃത്യമായ സമയത്ത് തിരുത്തും. വഴക്ക് പറയേണ്ട സമയത്ത് കൃത്യമായ വഴക്കുകൾ അച്ഛൻ പറയും. എന്നാൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ ഒരു ചേർത്ത് പിടിക്കലുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു വാത്സല്യമുണ്ട്. അതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അച്ഛനിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവന്റെ പരിപോഷണമാണ്. കാരണം ഇന്ന് ഈ സെമിനാരിയിൽ കാണുന്ന ഓരോ ചെടിയും, ഇവിടെ ആയിരിക്കുന്ന ഓരോ ജീവജാലങ്ങളും, ഇവിടെ ആയിരിക്കുന്ന ഓരോ പക്ഷികളും കിളികളും മീനുകളും മൃഗങ്ങളും എല്ലാം ജീവന്റെ പരിപോഷണത്തിന് അച്ഛൻ കാണിച്ച ആ വലിയ മാതൃക ഞങ്ങൾക്ക് എന്നും ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചെടി പോലും വെക്കാത്ത ഒരു സെമിനാരി വൈദിക വിദ്യാർത്ഥി ഇന്നിവിടെ ഉണ്ടാവുകയില്ല. കാരണം അച്ഛൻ ഈ ചെടി വെക്കുന്നതിലൂടെയും പൂക്കളെ പരിപോഷിക്കുന്നതിലൂടെയും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് ജീവന്റെ പരിപോഷണമാണ്. അതോടൊപ്പം ജീവന്റെ ഈ പരിപോഷണത്തോടൊപ്പം അച്ഛൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഈ സെമിനാരിയുടെ മെയിൻ്റനൻസ് ആണ്. കാരണം ഇന്ന് ഈ സെമിനാരി കെട്ടിടം ഈ കാണുന്ന രീതിയിൽ മനോഹരമായി പെയിന്റ് അടിച്ച്, അതോടൊപ്പം നമ്മുടെ ചാപ്പല് മനോഹരമായി നവീകരിച്ചു. അതൊക്കെ ചെയ്യാനായിട്ട് അച്ഛൻ ഓടി നടന്ന ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും അതൊക്കെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റെക്ടറച്ചൻ ഞങ്ങൾക്ക് വലിയ ഒരു മാതൃക തന്നെ കാണിച്ചു തന്നു. അതോടൊപ്പം അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സവിശേഷത അച്ഛനെ ഏൽപ്പിച്ച ദൗത്യത്തോടുള്ള അച്ഛൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് സെമിനാരിയിലായിരിക്കുമ്പോൾ ഒരു റെക്ടറച്ചനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവിളി പരിപോഷിപ്പിക്കലാണ്. കാരണം അച്ഛൻ്റെ ആഗ്രഹിക്കുന്നതും അച്ഛൻ ചിന്തിക്കുന്നതും ഒരേ ഒരു കാര്യമാണ്, ഇവിടെ വന്ന ഒരു കുഞ്ഞിൻ്റെ പോലും ദൈവവിളി നഷ്ടമാകാതിരിക്കാനായിട്ട് അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി ഓപ്പണായി വളരെ സ്നേഹത്തോടെ ഫ്രീ ആയിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കും. അപ്പോഴൊക്കെ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും അച്ഛൻ്റെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അത് അച്ഛനിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തോടുള്ളതായ അച്ഛൻ്റെ കമ്മിറ്റ്മെൻറ്റ്. പ്രിയപ്പെട്ട റെക്ടറച്ച, ഈ സെമിനാരിയിൽ നിന്ന് മറ്റൊരു ഉത്തരവാദിത്വത്തിലേക്ക് അച്ഛൻ ഞങ്ങളെ വിട്ട് യാത്രയാകുമ്പോൾ ഞങ്ങൾക്ക് അച്ഛന് പറയാനുള്ളത് നന്ദി മാത്രമാണ്. കാരണം അച്ഛൻ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്, ഞങ്ങളെ കരുതിയതിന്, ഞങ്ങൾക്ക് തന്ന വാത്സല്യത്തിന്, ഞങ്ങളെ വളർത്തിയതിന്, ഞങ്ങളെ പഠിപ്പിച്ചതായ ഈ മാതൃകയ്ക്ക് പ്രിയപ്പെട്ട റെക്ടറച്ച ഞങ്ങളെ എല്ലാ ശമാശന്മാരുടെ പേരിലും പ്രദേശത്തിൻ്റെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായ പ്രത്യേകിച്ച് റീജൻസി കാലഘട്ടം അച്ഛനോടൊപ്പമായിരുന്നു. അത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. കാരണം അച്ഛൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ചു. ഒരു ചെടി എങ്ങനെ വെക്കണം, ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ വളരെ ശാന്തമായി സൗമ്യതയോടെ സ്നേഹത്തോടെ എന്നെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ട റെക്ടറച്ചനാണ്. അച്ഛാ, ഞങ്ങളെ വളർത്തുന്നതിന്, ഞങ്ങളെ നയിക്കുന്നതിന്, ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് അച്ഛൻ കാണിച്ച ഈ വലിയ സ്നേഹത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു. ഫിലോസഫി പഠിക്കുന്ന പ്രദേശം പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ ജോസഫ് ചേനപ്പറമ്പിൽ ഒരാശംസ ഇപ്പോൾ നൽകുന്നു. മഹാനായ മാർട്ടിൻ ലൂതർ കിങ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഡാർക്ക്നെസ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ്, ഓൺലി ലൈറ്റ് ക്യാൻ ഡു ദാറ്റ്. അന്ധകാരത്തിനൊരിക്കലും അന്ധകാരത്തെ അകറ്റാൻ കഴിയില്ല, അത് പ്രകാശത്തിന് മാത്രമേ കഴിയുള്ളൂ. അഭിനന്ദ പിതാവേ, മുഖ്യ വികാരി ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കിപ്പള്ളിയിൽ കോർപ്പിസ്കോപ്പാച്ച, അർമ്മങ്കുടിയിൽ കോർപ്പിസ്കോപ്പാച്ച, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, ശമാശന്മാരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
ഒരേ സമയം സന്തോഷവും സങ്കടവും തരുന്ന ഒരു നിമിഷത്തിലാണ് നാം എല്ലാം ആയിരിക്കുന്നത്. ജോണച്ചൻ പറഞ്ഞ പോലെ തന്നെ സന്തോഷം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ സെമിനാരിക്കാരുടെ എല്ലാവരുടെയും ഗ്യാതറിംഗ് ആണ്. അതുപോലെ തന്നെ സങ്കടം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ റക്ടറച്ചൻ്റെ സെൻഡ് ഓഫ് ആണ്. ഗുരുകുലം മൈനർ സെമിനാരിയിലെ തൻ്റെ സ്തുത്യർഹമായ ശുശ്രൂഷ പൂർത്തിയാക്കി പിതാവിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ പുതിയ മേച്ചിൽ സ്ഥലം തേടിപ്പോകുന്ന ഒരാട്ടിടയനെ പോലെ അച്ഛൻ ഇവിടുന്ന് പോവുകയാണല്ലോ. റക്ടറച്ചൻ എപ്പോഴും പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ആടിൻ്റെ ചൂരുള്ള ഒരു ഇടയനായിരുന്നു. തൻ്റെ ആടുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുവാൻ വേണ്ടി അച്ഛനെടുത്ത എഫേർട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു നല്ല ഗുരു എന്നത് കുട്ടികൾക്ക് ഉത്തരം നൽകുന്ന ആൾ മാത്രമല്ല, മറിച്ച് അവരുടെ ഹൃദയത്തെ കീഴടക്കുന്ന, അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന ആളുകൂടിയാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റക്ടറച്ചൻ. എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച ഒരാളാണ് റക്ടറച്ചൻ. പല കാര്യങ്ങളിലും എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് റക്ടറച്ചൻ. എപ്പോൾ കണ്ടാലും ഒരു പുഞ്ചിരിയോടെ മാത്രമേ അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അച്ഛൻ്റെ കുട്ടികൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന ഒരു നിർബന്ധക്കാരനാണ് അച്ഛൻ. പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിലും ഗെയിംസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തൻ്റെ മക്കൾ മുന്നിട്ട് നിൽക്കണമെന്ന് ഒരു നിർബന്ധമുള്ള ആളാണ് നമ്മുടെ റക്ടറച്ചൻ. അതുപോലെ തന്നെ താൻ ജീവിച്ചിരിക്കുന്ന സ്ഥലം മനോഹരമാക്കി കൊണ്ടു നടക്കണമെന്നുള്ള ആഗ്രഹം അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു. അത് നമ്മുടെ സെമിനാരിയുടെ ചുറ്റും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കുറഞ്ഞ 4 വർഷ കാലയളവിൽ എത്രമാത്രം മാറ്റങ്ങളാണ് നമ്മുടെ സെമിനാരിൽ വന്നിട്ടുള്ളതെന്ന്. അച്ഛൻ ഞങ്ങളോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നത്. അത് ഞങ്ങൾ ആരും ഒരിക്കലും അത് മറക്കില്ല. എപ്രകാരം ഫ്രീഡം ഉപയോഗിക്കാമെന്നും എങ്ങനെ റെസ്പോൺസിബിളായി ജീവിക്കാമെന്നും ഉള്ള കാര്യം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ അച്ഛന് കുർബാനയോടുള്ള അച്ഛൻ്റെ സ്നേഹം ഞങ്ങൾ ഒരുപാട് ഈശോയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഞങ്ങൾ എന്നും അത് മറക്കില്ല. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അത് ബീർബൽ അക്ബർ ചക്രവർത്തിയോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്. ഈ സമയവും കടന്നു പോകും. അച്ഛൻ്റെ ഈ വിഷമം നിറഞ്ഞ ഈ സമയവും കടന്നു പോകും. നല്ല നാളേക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നന്ദി. മൈനസ്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ വർഗീസ് കിഴക്കേ മായാലിൽ ഒരു ആശംസ പറയുന്നു. A guru is not a person who holds the torch. He himself is a torch. അഭിവന്ദ്യ പിതാവേ, വികാരി ജനറൽ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പാശ, മാത്യു അറമ്പാങ്കുടിയിൽ കോറപ്പിസ്കോപ്പാശ, ഇന്നത്തെ ഈ കൂടിവരവിൽ കാരണഭൂതനായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട രക്ഷസ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയ ശമാശന്മാരെ, പ്രിയ ബ്രദേഴ്സ്, ഒരു സമ്മിശ്ര വികാരത്തോടു കൂടെയാണ് നാം ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്നത്. 4 വർഷത്തെ റക്ടർഷിപ്പ് പദവിക്ക് ഒടുവിൽ അഭിവന്ദ്യ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ശുശ്രൂഷയ്ക്കായി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട റക്ടറച്ചൻ യാത്രയാവുകയാണ്. ഇന്നേ ദിവസം പ്രിയ ബഹുമാനപ്പെട്ട റക്ടറച്ചൻ്റെ 2ാമത്തെ റക്ടർഷിപ്പ് സമയത്ത് ആദ്യ ബാച്ചിൽ വന്ന 5 പേരിൽ ഒരാളാണ് ഞാനും. ഇവിടെ വന്ന സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് ഈ സെമിനാരിയിലേക്ക് സ്വീകരിച്ചു. അവിടെ നിന്ന് പലപ്പോഴും പല പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്ന സമയത്ത് തളർന്നു പോവാതിരിക്കാൻ പല സമയത്തും റക്ടറച്ചൻ എന്നെ താങ്ങി നിർത്തിയിട്ടുണ്ട്. പല രോഗങ്ങളാൽ ഇവിടെ നിന്ന് പോകേണ്ട സാഹചര്യങ്ങൾ വന്നിരുന്ന സമയത്തൊക്കെ റക്ടറച്ചൻ എന്നെ വ്യക്തിപരമായ രീതിയിൽ പ്രചോദിപ്പിച്ച് പിടിച്ചു നിർത്തിയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യവും ഇവിടെ പൊയ്കമണ്ണിലച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു കാര്യവും അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്തു തീർക്കാൻ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയ ബഹുമാനപ്പെട്ട റക്ടറച്ചൻ.
തൻ്റെ മുൻപിലേക്ക് വരുന്ന ആരെയും വിഷമത്തോടെ പോകരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ആര് തൻ്റെ അടുക്കലേക്ക് ഒരു പ്രശ്നത്തോടെ വന്നാലും അവരെ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞയക്കണം എന്നെപ്പോഴും മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയ ബഹുമാനപ്പെട്ട റെക്ടറച്ചൻ്റേത്. അതുപോലെ തന്നെ സഹജീവികളോടും ഈ പ്രകൃതിയോടുമെല്ലാം ഒരുപാട് ഇണങ്ങി അവയെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അവയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും തൻ്റെ ഈ 4 വർഷത്തെ സ്തുത്യർഹമായ ശുശ്രൂഷയിൽ അതെത്രത്തോളം റെക്ടറച്ചന് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ സാധിച്ചിട്ട് ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരണത്തില് പ്രിയ ബഹുമാനപ്പെട്ട റെക്ടറച്ചന് ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഒരുപാട് മുൻപോട്ട് പോകുവാനുണ്ട്. തുടർന്നുള്ള ശുശ്രൂഷയിൽ സർവശക്തനായ ദൈവം ഒരുപാട് സഹായിക്കട്ടെ എന്നും ഒരുപാട് നേട്ടങ്ങളിലേക്ക് അച്ഛനെ എത്തിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രിയ ബഹുമാനപ്പെട്ട റെക്ടറച്ചൻ ഉണ്ടായിരിക്കും എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു ചെറിയൊരു ആശംസയും കൂടെ. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ മനോഹരമാക്കുവാനായിട്ട് മദാപാറ അച്ഛനെ ദൈവം അനുഗ്രഹിച്ച് കൂട്ടായി നൽകിയത് തൻ്റെ പ്രിയപ്പെട്ട റെക്ടറച്ചനെ തന്നെയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഇവർ രണ്ടുപേരും എപ്പോഴും ഒരു ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ചേട്ടനച്ഛൻ യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ട അച്ഛന് കൊടുക്കുവാനുള്ളതായ വാക്കുകൾ ആശംസകളായിട്ട് അർപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ട മദാപാറ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദ പിതാവേ, രൂപത മുഖ്യ വികാരി രണ്ടാൾ വന്നിയ സെബാസ്റ്റ്യൻ കീഴ്പള്ളി കോർപ്പിസ്കോപ്പ അച്ഛൻ, വന്നിയ കോർപ്പിസ്കോപ്പ അച്ഛൻ, അതേപോലെ പ്രൊക്യൂറേറ്റർ അച്ഛൻ, ചാൻസലർ അച്ഛൻ, ബഹുമാനപ്പെട്ട മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ശുമാശന്മാരെ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയപ്പെട്ട റീജിൻ, എന്നെ സംബന്ധിച്ച് ഏറ്റവും പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഒരു ചിട്ട നൽകുവാനായിട്ട് അഭിമന്യ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട കാഞ്ഞിരമുള്ളച്ഛനെയാണ്. അതിനോട് ആദ്യമേ തന്നെ അഭിമന്യ പിതാവിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ വ്യക്തിപരമായി സ്വാധീനിക്കുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാരുണ്ടാവും. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട കാഞ്ഞിരമുള്ളച്ഛൻ. ഈ ഒരു വർഷക്കാലം ഒരു സഹോദരൻ വൈദികൻ എന്നതിലുപരി ഒരു പ്രിയപ്പെട്ട ചേട്ടനായി, അപ്പനായി തരാവുന്ന ഏറ്റവും വലിയ സ്നേഹവും കരുതലുമെല്ലാം തന്ന് അനുഗ്രഹിച്ച് ആവശ്യമായ തിരുത്തലുകൾ ആവശ്യ നേരങ്ങളിൽ തന്ന് പുതിയ കാര്യങ്ങൾ പറഞ്ഞു നിന്ന് പഠിപ്പിച്ച് 2 കാലിൽ കുത്തി നിൽക്കാനായിട്ട് അച്ഛൻ എന്നെ സഹായിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു നാണക്കേടുമില്ല, അഭിമാനത്തോടു കൂടെ ഞാനത് പറയുകയാണ്. അച്ഛൻ ഇന്ന് അച്ഛൻ്റെ 2 ടേം സെമിനാരി പരിശീലന മേധാവിത്വം പൂർത്തിയാക്കി പുതിയ സ്ഥലത്തിലേക്ക് സഭയുടെ പുതിയ ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പം എല്ലാവിധ യാത്രാമംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. അഭിനന്ദ പിതാവ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഭിനന്ദ പിതാവ് ഞങ്ങൾ സെമിനാരിക്കാരെ കാണുന്ന സാഹചര്യത്തിൽ പറഞ്ഞു,
സെമിനാരിയിൽ പരിശീലനത്തിനായിട്ട് വെക്കുന്ന വൈദികര് രൂപതയിലെ ഏറ്റവും പ്രഗത്ഭരായ വൈദികരാണ്. ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് സെമിനാരി ഫോർമേഷനിൽ വേണ്ടി വെക്കുന്നത്. ആ ഒരു ശുശ്രൂഷ ആദ്യത്തെ ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിൽ അഭിനന്ദ പിതാവ് അത് ഏൽപ്പിക്കണമെങ്കിൽ എത്രമാത്രം ത്യാഗോജലമായ ശുശ്രൂഷ ബഹുമാനപ്പെട്ട കാഞ്ഞിരവള്ളച്ചൻ നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരുണത്തിൽ അച്ഛൻ തന്ന വലിയ മാതൃകയ്ക്ക് ഗുരുബോധൻ എന്ന നിലയിൽ, ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ, അതിലുപരി ഒരപ്പൻ എന്ന നിലയിൽ എന്നെ കണ്ടതിനും പ്രോത്സാഹിപ്പിച്ചതിനും ഉള്ള നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ഒരു വർഷത്തെ ഒരു നല്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് അച്ഛനിലൂടെ എനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഭാവങ്ങളും അച്ഛനെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു. സർഗാത്മക കഴിവുകളുടെ വലിയ നിറവാണ് ഓരോ എഴുത്ത് മാസികകളുടെയും ഉൾത്താളുകളിൽ നിറഞ്ഞു നിൽക്കുക. ഗുരുകുലം കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വ്യത്യസ്തങ്ങളായ കാവ്യ കലാരചനകളുടെ സമാഹാരമാണ് കാവ്യ കൈരളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർഗാത്മക കഴിവുകളുടെ പൂർണ്ണതയായ ഗുരുകുല കുടുംബത്തിൻ്റെ എഴുത്ത് മാസിക കാവ്യ കൈരളി 2023-24 പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. പിതാവ് കീപ്പള്ളി കോറപ്പിസ്കോപ്പ അച്ഛന് കാവ്യ കൈരളി 2023-24 പതിപ്പ് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അഭിവന്യ പിതാവിനെയും പ്രിയപ്പെട്ട കോറപ്പിസ്കോപ്പ അച്ഛനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ അഭിവന്യ പിതാവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ രൂപതയുടെ മുഖ്യ വികാരം ജനറൽ വന്യ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പ, നമ്മളെ സെമിനാരിയുടെ റെക്ടറച്ഛൻ ബഹുമാനപ്പെട്ട കാഞ്ഞിരവള്ളച്ചൻ, സ്പിരിച്വൽ ഫാദർ നമ്മുടെ സീനിയർ ബഹുമാനപ്പെട്ട വൈകോണ്ടലച്ചൻ, വൈസ് റെക്ടർ ബഹുമാനപ്പെട്ട ജോണസ് അച്ഛൻ, ബഹുമാനപ്പെട്ട റമ്പൻകൊടി അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സെമിനാരിക്കാരെയും, ഈ കൊടിവരവൻ്റെ സന്തോഷവും അത് നൽകുന്നതായ ചില അസ്വസ്ഥതകളും എല്ലാം ഇവിടെ സൂചിപ്പിച്ചേ കഴിഞ്ഞു. ഇനിയും ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇവിടെ സാങ്കത്യമില്ല. എങ്കിലും നമ്മൾ കൂടി വന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ നമുക്കറിയാവുന്ന പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു ആഗോള സഭയായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിറസാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഗൾഫ് നാടുകളിലുമൊക്കെ വളരെ സജീവ സാന്നിധ്യമായി മാറിയിട്ടുള്ളത് നമ്മളുടെ വൈദികർ കാലാകാലങ്ങളിൽ നൽകിയിട്ടുള്ള സഭാ നേതൃത്വത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു വലിയ സാക്ഷ്യമാണ്. അറിയാവുന്ന പോലെ നല്ല പ്രമുഖരായ പണ്ഡിതരായ സഭാസ്നേഹികളായ അനേകം നല്ല പുരോഹിതന്മാർ മലങ്കര കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതിലെപ്പോഴും നമ്മൾ കൂട്ടത്തിലെ കരുതുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട കാഞ്ഞിര മുകളച്ചൻ. ഇവിടെ പറഞ്ഞതുപോലെ അച്ഛൻ ഒരു ഓൾറൗണ്ടറാണ്. ഏത്
ശുശ്രൂഷയ്ക്കും സന്തോഷത്തോടുകൂടി സഭയ്ക്ക് വിശ്വസ്തയോട് ഏൽപ്പിക്കാവുന്ന ഒരു പുരോഹിതനാണ്. പല സന്ദർഭങ്ങളിൽ അച്ഛനത് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ തന്നെ വേറെ എല്ലാ ശുശ്രൂഷകളും എപ്പിസ്കോപ്പാട് സഹകരിച്ച് ബാക്കിയെല്ലാ ശുശ്രൂഷകളും അച്ഛന് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചാൻസലറുടെ ജോലി അത് അർഹിക്കുന്നതായിട്ടുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ മോൺസിഞ്ഞോറായിട്ട്, കത്തീഡ്രൽ വികാരിയായിട്ട്, മിഷണറി ആയിട്ട്, സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട്, അങ്ങനെ സഭയുടെ ഏത് ശുശ്രൂഷയ്ക്കും നമുക്ക് സന്തോഷത്തോടെ വിശ്വസ്തയോടെ സമർപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു പുരോഗതനാണ് ബഹുമാനപ്പെട്ട തോമസ് കാഞ്ഞിരമംഗലച്ചൻ. ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകളെല്ലാം എളുപ്പമുണ്ടായതുകൊണ്ടല്ല, എല്ലാ ശുശ്രൂഷയിലും വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടെന്ന് നമുക്കറിയാം. അതിനോടുള്ള സമീപനമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അച്ഛൻ്റെ സമീപനത്തെപ്പറ്റിയും സ്വഭാവ വൈശിഷ്ട്യത്തെപ്പറ്റിയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ കാര്യം തന്നെയാണ്. അച്ഛൻ പൗരോഹിത്യത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതനാണ്. പുരോഹിതൻ നൈർമല്യമുള്ളവനായിരിക്കും. മറ്റുള്ളവരുടെയെല്ലാം ആത്മീയ നേതൃത്വം അദ്ദേഹത്തിനുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു പ്രത്യേകത പുരോഹിതനുണ്ടായിരിക്കണം. അത് സംസാരത്തിലുണ്ടായിരിക്കണം, ഇടപെടലുണ്ടായിരിക്കണം, വസ്ത്രധാരത്തിലുണ്ടായിരിക്കണം, പ്രാർത്ഥനയിലുണ്ടായിരിക്കണം, ആരാധനയുണ്ടായിരിക്കണം, ആത്മീയ കാര്യങ്ങളുള്ള ആദരവ്, ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് ഈ നൈർമല്യം അല്ലെന്നൊരിക്കൽ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ ശുശ്രൂഷകൾ സഭയിൽ ചെയ്യുന്നവരാണ്. ആ ശുശ്രൂഷയുടെ അനുബന്ധമായ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, കുറവുകൾ, പോരായ്മകളൊക്കെ ഉണ്ടാവും. അതിനോടുള്ള നമ്മുടെ സമീപനം, അപ്പോൾ ഈ കാഞ്ഞിരമംഗലത്തിനുള്ള ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള സമീപനം എപ്പോഴും പോസിറ്റീവാണ്. ഒരിക്കലും നെഗറ്റീവായിട്ട് പ്രയാസങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷെ വയ്യാന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ അല്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്നോ ഒന്നും പറയുന്നു. അതിന് ആ ഒരു പ്രയാസങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏത് കാര്യവും പോസിറ്റീവായിട്ട് കാണുക. നെഗറ്റീവായിട്ട് കണ്ടാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന ആളിന് ഗുണമില്ല, കേൾക്കുന്ന ആളിനും ഗുണമില്ല എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് ആയിരിക്കണം ഏത് വിഷയത്തെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പൗരോഹിത്യം എന്ന് പറയുന്നൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അപ്പം നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ സന്തോഷത്തോടുകൂടി ചിരിച്ച് നല്ല സംതൃപ്തിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നു പറയുന്നതും മറ്റുള്ളവരെ ശപിച്ചോ അല്ലെങ്കിൽ ദുഃഖിച്ചോ ആരോ എൻ്റെ മേലെ കെട്ടിവെച്ചതാണെന്നുള്ള ചിന്തയോട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം ഉണ്ടാകില്ല, നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ ശുശ്രൂഷകൾക്കും ഉണ്ടായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി അതിനെ തരണം ചെയ്യുവാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുരോഹിതൻ്റെ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്താലും എന്തെല്ലാം തീരുമാനിച്ചാലും ദൈവം തീരുമാനിച്ചിരിക്കുന്ന ദിക്കിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. ഓരോ കാലഘട്ടത്തിലും അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ പോകണം, ഇവിടെ പോകാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്ന പോലെ ദൈവം എങ്ങോട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ ദിക്കിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അപ്പം ചിലയിടത്തൊക്കെ നമുക്ക് താല്പര്യം കാണും, ചില താല്പര്യം കാണത്തില്ല, ചിലയിടത്ത് നിൽക്കണമെന്ന് തോന്നും, നിൽക്കേണ്ടെന്ന് തോന്നും, ഇങ്ങനെയൊക്കെയുള്ള പല. പക്ഷേ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ദിക്കിലേക്കാണ് പൗരോഹിത്യം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ജെറമ്യാസിൻ്റെ പുസ്തകം പറയാം, നിങ്ങളെപ്പറ്റി നല്ല പദ്ധതി എനിക്കുണ്ട്. ദൈവത്തിന് നമ്മളെപ്പറ്റി പദ്ധതിയുണ്ട്. ആ പദ്ധതികൾ ദൈവം കാണിച്ചു തരുന്ന സ്ഥലങ്ങളിൽ സന്തോഷകരമായി ചെയ്യുന്ന ഒരനുഭവമാണ് പൗരോഹിത്യത്തിൻ്റെ നന്മ എന്ന് പറയും. കൂടുതലാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കാഞ്ഞിരമംഗലച്ചന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുത്തു കാണിക്കാവുന്ന അനേകം കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് കത്തീഡ്രൽ വികാരിയായിരുന്ന അവസരത്തിൽ നല്ല മനോഹരമായ കുർബാനകൾ ചൊല്ലുക, നല്ല പ്രസംഗം പറയുക, ജനങ്ങളോട് നല്ല രീതിയിൽ സംവദിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എപ്പോഴേലും എങ്ങനെയാലും കുർബാനയൊക്കെ ചൊല്ലി വല്ലപ്പോഴൊക്കെ ചൊല്ലി പോകുന്ന ഒരു ശൈലിയാണെങ്കിൽ കൃത്യമായിട്ട് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന രൂപതയുടെ പ്രധാനപ്പെട്ട ദേവാലയമാണ്. ത്രാച്ചൻ്റെ കത്തീഡ്രൽ ദേവാലയമാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി
ചെയ്യേണ്ട ഒരു ശൈലി, ഇതെല്ലാം നമ്മുടെ സഭാത്മകമാണ്. അല്ലാതെ കൂടെ കുർബാനയിൽ പോയി എന്നുള്ള അർത്ഥത്തിലല്ല. ഇതിനെല്ലാം സഭാത്മകമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ പണ്ഡിതോചിതമായി അതിനെ സമീപിക്കാനുള്ള ഒരു മനോഭാവം, ഉള്ളിയാരോ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയെ പറ്റിയൊക്കെ ഒത്തിരി നല്ല മനോഹരമായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കുകയും എൻ്റെ ആശയങ്ങളൊക്കെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് കുർബാനയെ പറ്റി പഠിക്കാൻ പോയി തിയോളജി പഠിച്ച് ഭംഗിയാക്കി അത് ക്ലാസ്സുകളിലും പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലൊക്കെ. അപ്പോൾ ഒരു പണ്ഡിതോചിതമായ സമീപനം. പുരോഗതൻ ഒരു റോമിലൊക്കെ പോയി ഡോക്ടറേറ്റ് എടുത്ത മകനൊക്കെ ഇവിടെ ഇരിക്കണം. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ സാധാരണ ഒരാൾ പ്രസംഗിക്കുന്നതല്ല, ഡോക്ടറേറ്റ് എടുത്ത് റോമിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് പഠിച്ച ഒരു പണ്ഡിതൻ്റെ അല്ലെങ്കിൽ പണ്ഡിതയുടെ മനോഭാവത്തോടു കൂടിയാണ് സംസാരിക്കേണ്ടത്. സാധാരണ വെച്ച് സംസാരിക്കുന്ന പോലല്ല. അതിന് അതിൻ്റേതായ ഗൗരവമുണ്ട്. അല്ലെങ്കിൽ ചോദിക്കും ആരാണ് പോയി ഡോക്ടറേറ്റ് കൊടുത്തതെന്ന് ചോദിക്കും. അപ്പം ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞു, വിഷയത്തിലെ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പണ്ഡിതമായ ഒരു നേതൃത്വ ശൈലി അച്ഛനത് പലപ്പോഴും കാത്തുസൂക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കുർബാനയും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ലിറ്റർജിയുടെ കാര്യങ്ങളൊക്കെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള പ്രത്യേകതകൾ പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. കാഞ്ഞിരമുള്ള അച്ഛനൊരു ഡോക്ടറേറ്റ് വിശുദ്ധ കുർബാനയെ പറ്റി ലിറ്ററിയെ പറ്റി എടുത്തു എന്നുള്ളതല്ല. അതിനപ്പുറത്ത് ഇത് മലങ്കര സഭയുടെ വളർച്ചയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു വലിയ ത്യാഗം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പല അവസരത്തിലൊക്കെ ആൾക്കാർ റെഫർ ചെയ്യുന്ന അവസരത്തിലൊക്കെ മലങ്കര കത്തോലിക്ക സഭയുടെ ഇന്ന സ്ഥലത്തെ ആരാണ്, അത് ഇന്ന അച്ഛനാണ്, അത് നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ സഭയുടെ അവിടുത്തെ ആ ഒരു പ്രത്യേക സ്ഥലത്തെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സാന്നിധ്യമാണ് ഒരു പുരോഹിതൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക എന്നുള്ളത്. ചെറിയ പാരീഷ് തൊട്ട് ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ വരെയും ഒരു മലങ്കര കത്തോലിക്ക വൈദികൻ ഇരിക്കുന്നു പറയുമ്പോൾ മലങ്കര കത്തോലിക്ക സഭയുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യമാണ് ഞാനിവിടെ എന്നുള്ള തിരിച്ചറിവ് നമ്മളെ വ്യത്യസ്തരാക്കും എന്നുള്ളത്. ഇല്ലെന്നൊരു എന്താ വെച്ചാൽ കുർബാനയൊക്കെ ചൊല്ലി എല്ലാവരുടെയും കൂടെ കൂടി ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ശൈലിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. എവിടെ വിട്ടാലും മലങ്കര കത്തോലിക്ക സഭയുടെ ഡിഫൻഡറായിട്ട് നിൽക്കും, പ്രൊമോട്ടറായിട്ട് നിൽക്കും. ഇവിടെ പറഞ്ഞ പോലെ സഭയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ എന്താ ടെൻഷൻ ഇല്ലാഞ്ഞൊന്നുമല്ല, പിതാക്കന്മാർക്കെതിരായിട്ടോ രൂപതയ്ക്കെതിരായിട്ടോ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ വളരെ കഴിഞ്ഞ കാലങ്ങളിലെ അച്ഛൻ്റെ ശുശ്രൂഷകളിൽ നിന്നെല്ലാം ഇത് മനസ്സിലാക്കുന്നില്ല. ഒരു ദിവസം രാവിലെ എണീറ്റ് അച്ഛൻ എങ്ങനെയാണെന്ന് പറയുന്നതല്ല. അച്ഛൻ കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അച്ഛൻ്റെ അനേകം വലുതും ചെറുതുമായ ശുശ്രൂഷകളിലാണ് അച്ഛൻ്റെ സഭാത്മകമായ എക്ലേസിയൽ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്. ഒരാൾ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും അദ്ദേഹം പ്രവർത്തിച്ചതായ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെയാണ്. അതിൽ ആൾക്കാരൊക്കെ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയും, മോശമായ കാര്യങ്ങൾ മോശമാണെന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ കാര്യങ്ങൾക്കകത്ത് നമുക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബത്തേരി രൂപതകളെ മെത്രാനതിന് ശേഷം ഈ ബവാത്തിനും കുറേ ബത്തേരി രൂപതയുടെ പ്രത്യേക കരുതലും ഈ ഹൗസിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാനും പോകുമ്പോഴൊക്കെ ചില മാറ്റങ്ങളോ അപ്പോയിൻമെൻറ്റ്സൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് ഇന്നടത്ത് ഒരു മാറ്റമുണ്ടല്ല, ആരെയാണ് വെക്കുന്നേ. അപ്പോൾ അതൊരു കാഷ്വൽ ടോക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ബത്തേരിയിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്ന്. അപ്പോൾ എന്നെ നമുക്ക് ബത്തേരിയിൽ നിന്ന് എല്ലാവരും കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ബത്തേരിയിലെ അച്ഛന്മാരെങ്കിലും പിതാവെന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇനി അച്ഛനെ കൊടുത്താൽ എന്താ പ്രയാസം പറഞ്ഞെടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചരിത്രമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പിതാക്കന്മാർ നമ്മളുടെ ബാബാ തിരുമേനി സഭയുടെ സഭയുടെ കാതലിക്ക ബാബായും അതുപോലെ നമ്മുടെ സഭയുടെ തലവനും പിതാവായ അവസരത്തിൽ പിതാക്കന്മാരോട് ഞങ്ങളോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്, അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു, നമ്മുടെ സഭയ്ക്ക് പൊതുവായ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള ഒരാളെ സഭാ തലവൻ കണ്ടെത്തിയാൽ പിതാക്കന്മാർ നോ എന്ന് പറയരുത്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, വികാരി ജനറൽമാരും ചാൻസലറേയും വിളിച്ചുകൊണ്ട് പോകരുത്, ബാക്കി ആരെയും വേണേൽ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് മാറ്റിയാൽ പിന്നെ നമുക്കുള്ള ചില കാര്യങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്നാൽ ഇന്നയാരെ അങ്ങ് എടുത്താൽ എന്താ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളത് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇന്നാരെ ഇന്ന സ്ഥലത്ത് വച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി സഭാ തലവൻ ഉണ്ടായിരിക്കുന്നൊരു കാഴ്ചപ്പാടാണ്.
അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മൾ ആരും അതിനകത്ത് നോന്ന് കയറി പറയരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ചില വാല്യൂസ് ഉണ്ട്. അദ്ദേഹം ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് ഓണസച്ചനെയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നടുത്ത് പൊക്കോട്ടെന്ന് പറയുന്നതല്ല, അത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വരും വരാകളെ ചിന്തിച്ച് ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെടുക്കുന്നതായ ഒരു സന്നദ്ധ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയുടെ പൊതുവായ ശുശ്രൂഷയ്ക്ക് നമ്മുടെ എല്ലാ രൂപതകളിലുമുള്ള വൈദികരെ ബാവാതിരുമേനിക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനാണ്. ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ജനറൽ അച്ഛന്മാരെ ചാൻസലറെയും വിളിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് ചില പ്രായോഗികമായ അതുപോലെ തന്നെ കാനോനികമായ ഡിഫിക്കൽറ്റിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മുടെ പൊതു ശുശ്രൂഷയ്ക്ക് വരുന്ന അവസരത്തിൽ ബാവാതിരുമേൻ ഉണ്ടിരിക്കും, നമുക്ക് ബത്തേരിയിൽ ഒരാളെയും കൊടുത്താൽ എന്താ? അപ്പോൾ ഞാൻ പറയാം ആരാണ് അത്? ഇന്ന അച്ഛനായാലും ഞാൻ പറയും എടുത്തോളാൻ പറയും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗൾഫ് നാടുകളിലെ കാര്യങ്ങളൊക്കെ വന്ന അവസ്ഥ 5-6 മാസം മുമ്പ് അപ്പോൾ എന്നോട് പറഞ്ഞ ഗൾഫിലെ അച്ഛൻ്റെ ശുശ്രൂഷയൊക്കെ തീരാനായിട്ട് പോകാനുള്ള 6 വർഷമേ ഉള്ളൂ, അപ്പം നമുക്കൊരാളെ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാം കണ്ടെത്താം. അല്ല ബത്തേരി എന്നാലേ നമുക്ക് പറ്റുന്നേ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു ബത്തേരി പറ്റുന്ന ഒരുപാട് അച്ഛന്മാരുള്ള ഈ കാഞ്ഞിരമുള്ള അച്ഛനൊക്കെ തരാം, നമ്മൾ എടുത്തോളാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? അച്ഛൻ്റെ അനുവാദം ചോദിക്കാതെ നമ്മൾ എടുത്തോളാൻ പറഞ്ഞു. കാരണം ഇവിടെ വേണ്ടാഞ്ഞിട്ടല്ല, അത് പിതാവ് ഗൗരവമായ ഒരു കാര്യം. ഗൾഫ് നാടുകളിലെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ച് അച്ഛൻ പോകുന്ന സ്ഥലം, ഞാനിവിടെ പോയതാണ് 8 നോയമ്പിന് 8 ദിവസം ഇവിടെ താമസിച്ചാണ്. നമ്മുടെ വളരെ ശക്തരായിട്ടുള്ള പണ്ഡിതരും സമ്പന്നരും നല്ല സ്വാധീനമുള്ള 500-ൽ പരം കുടുംബങ്ങളുള്ള കുവൈറ്റിലേക്കാണ് അച്ഛന് പോകുന്നത്. ഇവിടെ നമ്മുടെ സഭയുടെ ഒരു വലിയ ബന്ധമുണ്ട്. ഞാനവിടെ ചെന്ന അവസരത്തിൽ 2 മെത്രാന്മാരവിടെ ഉണ്ട്, നുൻഷ്യോ അവിടെയുണ്ട്. നുൻഷ്യോ എന്നെ സ്വീകരിക്കാൻ അവിടെ കൊണ്ടുപോയി. ഞാനൊരു മെത്രാനോട് ചെന്നാണ് അദ്ദേഹത്തിൻ്റെ നുൻഷ്യോത്തിലേക്ക് കൊണ്ടുപോയി പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ഡിന്നറൊക്കെ ഒരുക്കി ആൾക്കാരെ വിളിച്ച് ഭക്ഷണമൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, തിരുവേനക്ക് എപ്പോഴെങ്കിലും വരളെ പറഞ്ഞാൽ ചെവിസ അന്നേക്കാൻ പോരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള മെത്രാൻ, അവിടെയുള്ള അച്ഛന്മാർ. അപ്പം നമ്മളുടെ സഭയെ സംബന്ധിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ ആദ്യം തൊട്ട് ചെയ്തവർ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു വലിയ തുറവിയുടെ സേവനത്തിൻ്റെ നേതൃത്വ ശുശ്രൂഷയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സമീപനം നമ്മളോട് എടുക്കുവാനായിട്ടുള്ളത് എന്നാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അബുദാബി കേന്ദ്രീകരിച്ച് 6 ചെറിയ പ്രവിശ്യകളിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. അവിടെ നമ്മളുടെ കണ്ടത്തിലച്ഛനാണ് ദീർഘകാലം 10 വർഷത്തോളം അച്ഛനോട് ശുശ്രൂഷ ചെയ്തു. ഇവിടെ ഒരു അച്ഛനെ ശുശ്രൂഷ ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ കുവൈറ്റിലെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് അച്ഛന് കുവൈറ്റിലെ പോകുന്ന ശുശ്രൂഷയാണ്. ഇതിനകത്തെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ സഭയുടെ ഒരു താല്പര്യമുണ്ട്, പൊതുസമൂഹത്തിൻ്റെ താല്പര്യമുണ്ട്, സാർവത്രിക സഭയുടെ താല്പര്യമുണ്ട്, അവിടുത്തെ മെത്രാന്മാരും നുൻഷ്യോട് ബന്ധപ്പെടുന്ന ഒരു സമീപനമുണ്ട്, മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അവിടെയുള്ള ഗൾഫിലെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളായിരിക്കണം അവിടെ പോകേണ്ടത് എന്നതുകൊണ്ടാണ് ബാവാതിരുമേനി പറഞ്ഞത് ഈ അച്ഛനെ വിട്ടായിരുന്നു, മച്ചിരുട്ടി വേണം, അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ വേണം. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കാഞ്ഞിരമംഗലച്ഛന് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളുടെ ദുബായിൽ പോകാനും അച്ഛൻ പോയിരുന്ന എക്സ്പീരിയൻസ് നടത്താനൊക്കെ ഉള്ള അവസരം കൊടുത്തു. അച്ഛൻ വളരെ സന്തോഷമായി, ഇപ്പോഴും വളരെ സന്തോഷമാണ് സാറിന്. അപ്പോൾ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന അവസരത്തിലാണ് നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാകും. പിന്നെ ഇവിടെ അത് മനസ്സിലാകത്തില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അപ്പോൾ അത് മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിന് കുവൈറ്റിലെ പോകുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ അച്ഛൻ്റെ ഞാൻ പറഞ്ഞല്ല പട്ടം കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും 60 വയസ്സാണ്, അല്ലേ? 60 59 60 വർഷമായുള്ളൂ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഇനി ഒരുപാട് ജോലികളൊക്കെ ചെയ്യാനായിട്ടും പല രീതിയിലുള്ള അവിടുത്തെ ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടൊക്കെ സാധ്യമാകും. നമ്മൾ സാധാരണ പറയാറുള്ള ശുശ്രൂഷകൾക്കപ്പുറത്ത് സഭയുടെ നേതൃത്വ ശുശ്രൂഷ അവിടെയുണ്ട് എന്ന് തീർച്ചയായിട്ടും ഒരു പ്രോവിൻസിൻ്റെ മുഴുവൻ നേതൃത്വ ശുശ്രൂഷയാണ്. റക്ടറായിട്ട് സെമിനാരിൽ ഇരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ശുശ്രൂഷയാണ്, കത്തീഡ്രലിൽ ഇരിക്കുന്ന ഒരു പള്ളിയുടെ ശുശ്രൂഷയാണ്, ചാൻസലർ ഓഫീസിൻ്റെ ശുശ്രൂഷയാണ്. പക്ഷേ ഈ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഇനി മലങ്കര സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ നമ്മളുടെ തോമസ് കാഞ്ഞിരമംഗലച്ഛനാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട് മെത്രാനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മറ്റു സഭകളുടെ വൈദികരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു വലിയ ശുശ്രൂഷയാണ്. 500 കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തമായ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അച്ഛൻ നല്ല ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധ്യമാകും. ചില അവസരത്തിലൊക്കെ നമ്മളിതിനെപ്പറ്റിയൊക്കെ റെഫർ ചെയ്യുന്ന അവസരം പറയാമെന്നല്ല, അങ്ങനെയായിരുന്നു, ഹവാറിയോ, ഫൈൻ. അപ്പോൾ നമ്മൾ 2-3 വർഷം ഇങ്ങനെ ഫൈൻ ഇരുന്നാൽ പറഞ്ഞാൽ പോരെ, കുറച്ച് കഴിയുമ്പോഴത് ഫാബുലസ് എന്ന് പറയും, മനസ്സിലായി?
ഇത് ഫൈനങ്ങ് മാറി ഫാബുലസ് ആയിട്ടുണ്ട്. അത് 4-5 വർഷം കഴിഞ്ഞാൽ ഫെൻറ്റാസ്റ്റിക് ആയിട്ട് മാറണം. മനസ്സിലായി? മലങ്കര കത്തോലിക്ക സഭയിലെ ഫെൻറ്റാസ്റ്റിക് സർവീസ് ഇസ് ഡൺ ഇൻ കുവൈറ്റ്. ഇങ്ങനെ പറയുന്ന ഒരു വളർച്ച ഇതിനകത്ത് ആവശ്യം. അപ്പോൾ ആർക്കും നല്ല അച്ഛനാണ് ശുശ്രൂഷ, നല്ല അച്ഛനാണ് കുറേ നാൾ പറഞ്ഞാൽ ബെറ്റർ ആവണം, ബെസ്റ്റ് ആവണം, എക്സലൻ്റ് ആവണം. ഇങ്ങനെയുള്ള ഗ്രോത്താണ് നമ്മുടെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മളൊരു ക്ലാസ് എടുക്കുന്ന അവസരത്തിലും ഒരു കുർബാന ഇല്ലുന്ന അവസരത്തിലൊക്കെ ഇതിനകത്തൊരു ഓൺ ദ ജോബ് ഗ്രോത്ത് ആൻഡ് ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് അവിടെ നമുക്കറിയാവുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്ന ആൾ നമുക്ക് അറിയാം, എൻ്റെ സ്റ്റുഡൻ്റാണ്, ഇവിടെ തുണ്ടിയത്തച്ഛനായിരുന്നു. അതിന് വളരെ ശക്തമായ രീതിയിലുള്ള നേതൃത്വം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നേതൃത്വം കാഞ്ചനകുളച്ചന് കൊടുക്കാനുള്ള ശക്തിയുണ്ട് എന്ന് രണ്ടുപേരെ അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തുണ്ടിയത്തച്ഛൻ ചില ക്വാളിറ്റികൾ വളരെ ഭംഗിയായിട്ടുണ്ട്. അച്ഛനില്ലാത്ത ചില നല്ല ക്വാളിറ്റികൾ കാഞ്ചന, അത് പറയുന്നില്ല എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടും ക്ലാസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ അച്ഛൻ ഒരുപാട് ബെറ്ററാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഉണ്ട്. യാക്കോബയുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CUC ഉണ്ട്, അതുപോലെ സിറോ മലബാറിനോടൊക്കെ നല്ല ക്ലാസ്സൊക്കെ എടുത്ത് നല്ല കുർബാനയൊക്കെ ചൊല്ലി പ്രസംഗമൊക്കെ പറഞ്ഞ് അതേസമയം മറ്റു രീതിയിലുള്ള ചില ക്വാളിറ്റികൾ മറ്റു വൈദികർക്കുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലിറ്റർജിക്കൽ സഭാ നേതൃത്വപരമായ ശുശ്രൂഷകൾ കൊടുത്ത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഏറ്റവും നല്ല ഒരു പുരോഹിതൻ കുവൈറ്റിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള ശൈലിയേക്കുള്ളൊരു വളർച്ച കൊടുക്കുവാൻ അച്ഛന് സാധ്യമാകും. അച്ഛൻ്റെ ഇത്രയും നാളത്തെ സഭാ സേവനത്തിൽ നിന്നും എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി പോയി ആ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബത്തേരി രൂപതയിൽ നമുക്കറിയാവുന്ന പോലെ അച്ഛൻ്റെ ഒരു അഭാവം ഉണ്ടാവും. അത് പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന പോലെ ചില കാര്യം നമ്മുടെ ഇപ്പോൾ MC ആണ് മലങ്കര കാതലിക് അസോസിയേഷൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മലങ്കര എന്താണ് ലിറ്റേർജിയുടെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ലിറ്റേർജിയുമായിട്ട് ബന്ധമുണ്ട്. മാസ്റ്റർ ഓഫ് സെറമണി ആരെ വെക്കും, റെക്ടറായിട്ട് മാറുമ്പോൾ ആരെ വെക്കും, എളുപ്പമെടുത്ത് ഒരാളെ വെക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്കറിയാവുന്ന പോലെ അച്ഛൻ്റെ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുറവുകൾ, വിടവുകളുണ്ട്. അതിനെ ആൾക്കാരൊക്കെ കണ്ടെത്തി അതുപോലെ ചെയ്യാൻ പറ്റുന്നത് സമയം നമുക്കൊരു പ്രയാസം കൂടാണ്. അതിനുള്ള അച്ഛൻ ഓർഡിനേഷൻ്റെ ക്രമീകരണം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ അതിൻ്റെ ഓരോന്നും കോളോരിയാസ്മുറയൊക്കെ പറഞ്ഞ് അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ പറയും, ഇനി പകരം ആരെ വെക്കും എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഫോർമേഷനകത്ത് പറഞ്ഞ പോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെന്നൊരിൽ അവർക്ക് ചില അവസരത്തിലൊക്കെ ശാസന കൊടുക്കുമ്പോഴും ആത്യന്തികമായി ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ലവ് ആൻഡ് മേഴ്സിയാണ്. എല്ലാ ഫോർമേഷൻ്റെ അകത്ത് ആത്യന്തികമായി വന്ന് നിൽക്കേണ്ടത് സ്നേഹവും കരുണയും അനുഭവിക്കുന്ന ഒരു ഫോർമേഷനാണ്. നമുക്ക് വേണമെങ്കിൽ അധികാരമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ശിക്ഷണക്രമങ്ങളോ കൊടുത്താലും നല്ല ഫോർമേഷൻ വരുത്തും. ശിക്ഷണം വേണം, അതുപോലെ തന്നെ ഫോർമേഷൻ വേണം. എല്ലാം ആത്യന്തികമായി അവർക്കൊരു കരുണയും സ്നേഹവും. ഇപ്പം വിദേശത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ കേട്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ അതിന് പറ്റുന്ന ഒരു പുരോഹിതൻ ആരാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈകോണിൽ അച്ഛൻ്റെ സീനിയർ പ്രീസ്റ്റിൻ്റെ പ്രസൻസാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീനിയർ അസിസ്റ്റൻ്റായെന്നുള്ളതാണ്. വൈകോൺ നമ്മുടെ രൂപത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അച്ഛനാണ്, എന്നെക്കാട് സീനിയറാണ്. അതുകൊണ്ട് നമ്മുടെ തമാശയൊന്നുമല്ല, നിങ്ങൾ ചിരിക്കുന്ന കൊണ്ട് ചോദിച്ചൊക്കെ എല്ലാ സീനിയർ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് ഞങ്ങൾ. അപ്പം അങ്ങനെ സീനിയർ അച്ഛൻ്റെ പ്രസൻസ് അതെന്ത് ചെയ്യുന്നത് പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നമുക്കറിയാവുന്ന പോലെ യൂണിയർ അച്ഛന്മാരുടെ പ്രസൻസ് ഇവിടെ മാതാപാറ പറഞ്ഞ പോലെ യൂണിയർ അച്ഛന്മാരിക്കുമ്പോൾ അച്ഛന്മാർ കൂടുതൽ സംസാരിക്കാനായിട്ട് കൊച്ചച്ഛന്മാരുടെ ശൈലിയാണ് ഇഷ്ടം. ഇങ്ങനെ പല പല കാരണങ്ങൾ സെമിനാരി ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അച്ഛൻ പോകുന്ന അവസരത്തിൽ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഇതെല്ലാം ദൈവ നടത്തിപ്പിൽ ഭംഗിയായിട്ട് സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ പോകും. അച്ഛൻ്റെ ഗൾഫിലെ പ്രവർത്തനങ്ങളെ പോകും. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേതൃത്വ ശുശ്രൂഷയിലാണ് ഇതൊക്കെ പോകുന്നത്. പിന്നെ ബാവാത്തിരുമേനിക്ക് അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ കാണും, സിനഡിനുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അത് കാലാകാലങ്ങളിൽ അറിയിക്കും. അതെല്ലാം ചെയ്ത് പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത് ബത്തേരി രൂപതയിൽ നിന്ന് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോയിട്ടുള്ള ആരുടെയെങ്കിലും ശുശ്രൂഷ ഫെയിലിയറാണ്, കുഴപ്പമാണ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല. അപ്പം അച്ഛന്മാർ ഇവിടെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. അച്ഛന്മാരുടെ ഒരു ഫെലോഷിപ്പുണ്ട്, കൂട്ടായ്മയുണ്ട്, സെമിനാർക്കാരുടെ ഉണ്ട്. നമ്മളതെല്ലാം സമാഹരിച്ച് ഒന്നിച്ച് ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് നമ്മളുടെ കുവൈറ്റിലൊക്കെ പോകാനുള്ള പ്രയാസമൊക്കെ എന്താണെന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടല്ലോ. എളുപ്പം പോകാവുന്ന സ്ഥലം അവർക്ക് ഞാൻ പൊക്കോളമൊക്കെ പോകാനൊന്നും പറ്റിയല്ല. അപ്പം അതിൻ്റെ വേദനകളും അതിനുള്ള നന്മകളൊക്കെ അനുഭവിച്ചു. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ഭംഗിയായിട്ട് നമ്മുടെ സഭയുടെ
നല്ലൊരു അംബാസഡർ ഓഫ് ദ മലങ്കര കാത്തലിക് ചർച്ച് അറ്റ് കുവൈറ്റ്. അതാരാന്ന് ചോദിച്ചാൽ തോമസ് കാഞ്ഞിരമുള്ളച്ചൻ എന്ന് എല്ലാവർക്കും പറയത്തക്ക രീതിയിൽ നല്ല ഒരു ശുശ്രൂഷ. ആ ശുശ്രൂഷ പറഞ്ഞാൽ കുവൈറ്റിലെ അച്ഛനെ മാത്രം റെഫർ ചെയ്യാനുള്ളൂ, വേറെ ആരുമില്ല. അറിയിച്ചുവാനിടയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. അച്ഛൻ്റെ ഭാവി ജീവിതത്തിൽ ദൈവം നൽകുന്നതായ എല്ലാ നന്മകളും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രദേശത്തിൽപ്പെട്ട എല്ലാവരുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക്. താങ്ക് യു പിതാവേ. ഓർമ്മിക്കുവാൻ കൈകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക, പലതും ഓർത്തെടുക്കുവാൻ എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുക. ഇതൊക്കെ പലപ്പോഴും കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് പുതുജീവൻ പകരുന്ന സ്നേഹ പ്രകടനങ്ങളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട റെക്ടറേഴ്സിന് ഗുരുകുലം കുടുംബം നൽകുന്ന ചെറിയൊരു സമ്മാനം അഭിമന്യ പിതാവിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞനുജന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ സെമിനാരി പ്രീഫെക്റ്റ് ആയിരിക്കുന്ന ജോസഫ് ബ്രദർ ഒരു സമ്മാനം നൽകുന്നു. മേജർ സെമിനാരിക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ ചാക്കോ മാടവന ഒരു സമ്മാനം നൽകുന്നു. ഇനി നാം ഏവരും കാത്തിരുന്നതായ ആ നിമിഷം തന്നെയാണ്. വന്നിയ അച്ഛൻ്റെ വാക്കുകൾക്കായിട്ട്, മറുപടി പ്രസംഗത്തിനായിട്ട് നമുക്ക് കാതുകൊടുക്കാം. നമുക്ക് ഏറ്റവും വാത്സല്യനിധിയായ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനി, രൂപതയുടെ മുഖ്യ വികാരി ജനറാളും എൻ്റെ കുടുംബാംഗവും എൻ്റെ ബാച്ചുകാരനുമായ വന്യ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോർപ്പിസ് പപ്പാച്ച, ബഹുമാനപ്പെട്ട വൈമണിലച്ച, അറമ്പൻകുടിയിൽ കോർപ്പിസ് കോപ്പാച്ച, ജോണച്ച, ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ശമാശന്മാരെ, കുഞ്ഞു ബ്രദേഴ്സ്, പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് സഹായിക്കുന്ന സഹോദരങ്ങളെ, എന്താ മറുപടി പറയുക? സൃഷ്ടിച്ച നല്ല ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിലും അനുഗ്രഹത്തിലും വിശുദ്ധ സഭ അഭിമന്യ പിതാക്കന്മാരിലൂടെ എന്നെ ഇത്രയും വളർത്തിയെന്ന് പറഞ്ഞു തുടങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ വളരെ സത്യമാണ്. ഞാനിവിടെ ഇരുന്നപ്പം എൻ്റെ മനസ്സിലൂടെ പോയ ചിന്തകൾ മാത്രം, ഞാൻ ഒന്നും എൻ്റെ മനസ്സിൽ ഒരുങ്ങിയിട്ടില്ല. ധന്യനായ നമ്മുടെ സ്വർഗീയ പിതാവ് ഇവാനിയൂസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമനസ് എൻ്റെ അച്ചാച്ചൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളെ പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് പുനരീക്കപ്പെടുത്തി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളുടെ സെബാസ്റ്റ്യൻ കീപ്പള്ളിലച്ഛൻ്റെ വല്യപ്പച്ചൻ ഓർത്തഡോക്സിൽ നിന്ന് പിതാവിൻ്റെ കാലഘട്ടത്തിൽ ചേർന്ന വ്യക്തിത്വമാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഭാഗ്യസ്മരണാർഹനായ ഗ്രിഗോറിയസ് തിരുമേനിയാണ് 15 വയസ്സ് വരെയുള്ളപ്പോൾ ഞങ്ങളുടെയൊക്കെ പിതാവായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മലങ്കര കത്തോലിക്ക സഭയിൽ ഒറ്റ പിതാവിനെ കണ്ട് 15-ാം വയസ്സ് വരെ വളർന്നത് ഗ്രിഗോറിയസ് തിരുമേനിയെ കണ്ടിട്ടാണ്. ആ മഹാനായ പിതാവിൽ നിന്ന് ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. നമ്മുടെ എല്ലാം വാത്സല്യനിധിയായ ബസേലിയോസ് തിരുമേനിയാണ് ഞങ്ങളെ പിതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് സെമിനാരിലെടുത്ത് വളർത്തിയത്. അന്ന് പിതാവ് ഞങ്ങളോട് കാണിച്ച സ്നേഹവാത്സല്യം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചുകാരെ അഭിമന്യ പിതാവ് ഈ പൊയ്യോണിലച്ചൻ സീനിയേഴ്സ് അച്ഛന്മാരുടെ മുമ്പിൽ വെച്ചൊക്കെ അഭിസംബോധന ചെയ്യുന്നത് മൈ ബോയ്സ് എന്നാണ്. മൈ ബോയ്സ്. വല്യച്ഛന്മാരൊക്കെ ഒത്തിരി അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്ന നിലയിലാണ് പിതാവ് ഞങ്ങളെ വളർത്തിയത്. പിതാവ് സെമിനാരിലെടുത്തു, വാത്സല്യത്തോടെ വളർത്തി, പട്ടം തന്നു.
പട്ടം തന്നു. അതിനേക്കാട്ടിലുപരി ഇന്നും നന്ദിയോടെ ഓർക്കാനുള്ളത് തോമസ് തിരുമേനിയോടുകൂടെ പറയുകയാണ്. ബാച്ചിൽ ഇച്ചിരി പഠിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുള്ളതുകൊണ്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു അച്ഛനെ ഹയർ സ്റ്റഡീസിന് വിടും. പക്ഷേ എന്നെ വിട്ടത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബത്തേരി രൂപതയിലെ പാതാർ ഭൂദാനം എന്ന് പറയുന്ന 2 പള്ളികളിലാണ്. പള്ളിക്കകത്ത് താമസിച്ചുകൊണ്ട് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കുടിച്ച് അതിൽ കുളിച്ച് നാട്ടുകാർ തരുന്ന ഭക്ഷണം കഴിച്ച് തോണി കയറി നടന്ന് 2 പള്ളികൾ നോക്കി ഏതാണ്ട് അവിടെ നിന്നൊക്കെ പോരാറാകുമ്പോഴത്തേക്ക് ബസേലിയസ് തിരുമേനി വാങ്ങിച്ചു തന്നെ എൻ്റെ ബുള്ളറ്റ് കള്ളൻ മോട്ടിച്ചുകൊണ്ട് പോയി. ഒരുപാട് പ്രയാസങ്ങൾ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഈ പിതാവില്ലേ അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അപ്പം വിറവുണ്ട്, കത്തിയുണ്ട്, തീയൊക്കെ ഉണ്ട്, ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ? എന്നാൽ കുഞ്ഞ് ചോദിച്ചതുപോലെ എനിക്ക് രാത്രിയിൽ കറണ്ടും വെട്ടവും വെളിച്ചവും ഫോണും ഒന്നും ഇല്ലാത്ത ആ മലയുടെ മുണ്ടയ്ക്ക് ഈ നിലമ്പൂരെ ചൂടത്ത് കിടന്നുറങ്ങുമ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ബസേലിയസ് തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ട്, അപ്പ ഇതിനാണോ എന്നെ ഈ മലയുടെ മുണ്ടയ്ക്കോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ഗൂഡല്ലൂർ ചെളിവയിൽ ഭാഗത്തേക്ക് മാറ്റി 5 വർഷം പക്ക മിഷൻ എക്സ്പീരിയൻസ് തന്ന്, അന്ന് അവിടുത്തെ DM കോൺവെൻറ്റിൽ മാത്രമേ ഫോണുള്ളൂ. അവിടേക്ക് ഒരു കോള് വരുന്നു, കാഞ്ഞിരമുള്ളച്ചിനെ ഒന്ന് വിളിക്കും. ഞാനവിടെ ചെന്നപ്പോൾ എന്നാ പയ്യൻ സുഖമാണോ, ഒരു കാര്യം ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിതാവ് പോകുന്നതിന് മുമ്പ് റോമിൽ പഠിക്കാൻ വിട്ടു. ഞാൻ പറഞ്ഞു വന്ന തുടക്കം അതാണ്. അഭിയന്ന് പിതാക്കന്മാരിലൂടെ സഭ നമ്മളെ വളർത്തുന്നത്. ഞാൻ നമ്മുടെ കാതോലിക്ക ബാവയോട് പിതാവെ വെറുതെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കഥ ഞാൻ പറഞ്ഞു. ധന്യനായ ഇവാനിയോസ് തിരുമേനി മുതൽ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയിടം വരെ. ഇനി ഞാൻ പിതാവിനോട് വെറുതെ അല്ല, നമുക്കങ്ങനെ സീരിയസ് ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ബാവ തിരുമേനി എൻ്റെ ജീവിതത്തിൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ, ഇനി പിതാവിനെക്കാട്ട് മുമ്പാണ് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ പോലും ഇനി പിതാവാണ് അടുത്ത കാര്യം എനിക്ക് നടത്തി തരേണ്ടത്. അന്ന് ശവടക്ക് പോലും നടത്തി തരണമെന്ന് വെറുതെ അങ്ങനെ പറഞ്ഞു പോയി. ഈ ഒരു സീക്വൻസിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. അതിനുശേഷം ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദിവന്നാസ്യൂസ് തിരുമേനി രൂപതയുടെ മെത്രാപ്പോലീത്തായിട്ട് ശുശ്രൂഷ ചെയ്തു. കോഴിക്കോട് നിന്ന് പ്ലെയിനൊക്കെ ഇറങ്ങി പിതാവിനെ കാണാൻ മുറി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ നാളെ തന്നെ ഏറ്റുകൊടുക്ക് വിളിച്ചാണ്ടോട് പള്ളികളിൽ പോയി ചാർജ് എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഞാൻ ഉടനെ കസേരയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പിതാവിന് മുമ്പേ മുട്ടുകുത്തി, പിതാവ് അച്ചാച്ചനെ അമ്മയൊന്ന് കാണാൻ പോകണ്ടേ, ഒരു പ്രായമായിരിക്കുക. അതിനിപ്പോൾ എന്താ, അച്ഛൻ നാളെ പോയി ചാർജ് എടുക്കുക, ശനി ഞായർ കുർബാന ചെല്ലുക, തിങ്കളാഴ്ച വീട്ടിൽ പോവുക, അപ്പനെയും അമ്മയും കാണുക, വെള്ളിയാഴ്ച തിരിച്ചു വരിക, വീണ്ടും കണ്ടിട്ട് കൊതി തീരുന്നില്ലയോ, വീണ്ടും തിങ്കളാഴ്ച പോവും എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. ഞാൻ പറഞ്ഞു, പിതാക്കന്മാർ നമ്മളെ വളർത്തുന്ന വഴികൾ ഇച്ചിരി നീണ്ടു പോയാലൊന്നും വിചാരിക്കില്ല. ഇനി എന്നാ ഞാനൊന്ന് പറയുക, പ്രത്യേകിച്ച് പിതാവിൻ്റെ സാന്നിധ്യത്തിലൊക്കെ ഇനി എന്നാ ഒന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് 10 വർഷക്കാലം, 3 മാസം കഴിഞ്ഞപ്പോൾ പിതാവ് എന്നെ തിരിച്ചു വിളിച്ചു. മൂലങ്കാവ് പള്ളിയുടെ വികാരി, രൂപതയുടെ ചാൻസലർ, അഭിയൊന്ന് പിതാവിൻ്റെ സെക്രട്ടറി, എനിക്കൊരിതിൽ ഇത്തിരി സ്ഥാനം എല്ലാം കൂടെ, സെമിനാരിയുടെ റെക്ടർ, അന്നത്തെ പഴയ കത്തീഡ്രലിൻ്റെ വികാരി, 10 വർഷം ചാൻസലറായിട്ട് ചുരുക്കി പറഞ്ഞ പിതാവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് തിരുമേനി വരുന്നത്. നമ്മുടെ പഴയ കത്തീഡ്രലൊക്കെ പെയിൻ്റ് അടിച്ച് സുന്ദരോണീസോ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് MC ആയിട്ട് ഇവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പുത്തൂര് പോകുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അച്ഛന്മാരൊക്കെ ഇപ്പോൾ ഉത്ഥാന തിരുനാളിൻ്റെ പെന്തിക്കോസ്തി അടുത്ത് വരികയല്ലേ, പത്രോസ്ലീഹായോട്, പത്രോസ്ലീഹ യേശു ഏറ്റവും സ്നേഹിച്ച യോഹന്നാനെ കണ്ടിട്ട് ഇവൻ്റെ കാര്യം ഇനി എന്താണ്, അങ്ങനൊരു ഭാഗമില്ലേ, ഇവൻ്റെ കാര്യം ഇനി എന്താണെന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂടെ നിന്ന് അച്ഛന്മാരൊക്കെ ദിവന്നാസ്യൂസ് തിരുമേനി അങ്ങ് പോവുക, ഇനിയിപ്പോൾ ഇവൻ്റെ കാര്യം എന്തോ ആയിരിക്കും. ഞാനിങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നു. അഭിയൊന്ന് പിതാവ് വന്നു, സ്ഥാനാരോഹണമൊക്കെ കഴിഞ്ഞു. പിതാവ് പറഞ്ഞു, അച്ഛൻ ഇത്രയും നാളും സഭാ കാര്യങ്ങളിലെല്ലാം വ്യാപൃതനായിരുന്നു, ഇനിയിപ്പോൾ എൻ്റെ വ്യത്യസ്തമായ ഞാൻ ശുശ്രൂഷ ചെയ്തൊരു വേദി ഏൽപ്പിക്കുകയാണ്, വിദ്യാഭ്യാസ മേഖല. അങ്ങനെ എന്നെ പുൽപ്പള്ളിയിലേക്ക് വിടുന്നു. പിതാവെ ഞാൻ ഒത്തിരി നന്ദി പറയാണ്. ഞാൻ അന്നൊരു സത്യത്തിന് കത്തീഡ്രലിൻ്റെ പണിയുടെ തറ കെട്ടി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് പൂർത്തിയാക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹം ഞാൻ പിതാവിനോട് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ പിതാവ് എന്നെ അവിടേക്ക് വിട്ടപ്പം എൻ്റെ 34 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ
എന്നെ ഭരമേൽപ്പിച്ചതും തിരുമേനി വന്ന ആദ്യ നാളുകളിലാണ്. എനിക്ക് തന്നെ അതിശയം, എനിക്കിത് എങ്ങനെ, ഈ ബലഹീനനായ ഈ പാവപ്പെട്ട എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റി ചിന്തിച്ച് നോക്കുമ്പം ഞാനൊന്ന് അക്കോട്ട് പറഞ്ഞോട്ടെ, പുൽപ്പള്ളി വൈദിക ജില്ലയുടെ പുതിയ പ്രോട്ടോ, പുൽപ്പള്ളി വലിയ പള്ളിയുടെ വികാരി, ചെറ്റപ്പാലം പള്ളിയുടെ വികാരി, പഴശ്ശിരാജ കോളേജ്, സെൻറ് ജോർജ് TT, സെൻറ് ജോർജ് UP LP നഴ്സറി സ്കൂളുകളുടെ ബർസാർ, പിന്നെ സൺഡേ സ്കൂൾ ഡയറക്ടർ, അതേസമയം തന്നെ സഭയുടെ സൺഡേ സ്കൂൾ സെക്രട്ടറി, CBCIയിൽ നമ്മുടെ മലങ്കര സഭയെ പ്രതിദാനം ചെയ്യുവാൻ ബാംഗ്ലൂരുള്ള NBCLCയിലെ ശുശ്രൂഷ. പിതാവേ, ഇത്രയും കാര്യങ്ങൾ അഭിമന്യ പിതാവ് ദീർഘവീക്ഷണത്തോടു കൂടി എനിക്ക് തന്ന് ആ ഒരു ശുശ്രൂഷയിൽ എന്നെ കൈപിടിച്ചതിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയമാകരുത് പിതാവേ എങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അതിനുശേഷം 2014 അഭിമന്യ പിതാവ് ഇതുപോലെ ധ്യാനമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ചായ കുടിച്ച് ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ പിതാവ് സെക്രട്ടറി വിളിച്ചിട്ട്, പിതാവ് വിളിക്കുന്നു, ഞാൻ ഓടിച്ചെന്നു മുറിയിൽ. ഇതുപോലെ തന്നെയാണ് പണ്ടില്ല ദിവന്നാശ്വസ്തിരിമേനി എന്നെ അവിടെ വിട്ട പോലെ, വെച്ചാൽ അച്ഛനെ വികാരി ജനറൽ ആക്കാനായിട്ട് പോവുക. ഞാൻ ഇരുന്ന കസേരയിൽ നിന്ന് ചാട്ടി എഴുന്നേറ്റ്, പിതാവ് ഓർക്കുന്നുണ്ടാവും, കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പോസ്റ്റ്. അങ്ങനെ ഇവിടെ വന്നു, പിന്നെ കത്തീഡ്രലിൻ്റെ വികാരിയാക്കി. അതോടൊപ്പം തന്നെ പാട്ടവയിൽ പള്ളി ആ സമയത്ത് പണിയാൻ പറ്റി. പിതാവ് പറഞ്ഞ പോലെ കത്തീഡ്രൽ പണി അങ്ങോട്ട് കുദാശ കഴിഞ്ഞതേ ഉള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും. പിന്നെ ഇനി എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അഭിമന്യ പിതാവിനെ സെമിനാരിയുടെ റെക്ടറാക്കിയത്. എനിക്ക് ഈ കഴിഞ്ഞ 4 വർഷങ്ങൾ അഭിമന്യ പിതാവ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ബാക്കി എന്തിനേക്കാളിലും, ആദ്യത്തെ ടൈമിൽ റെക്ടറായിരിക്കുന്നതിനേക്കാളിലും കൂടുതൽ ഒത്തിരി സന്തോഷത്തോടും അഭിമാനത്തോടും, എന്താ പറയുക, ഒരു പുരോഹിതനായിരിക്കുന്നതിനുള്ള വലിയ സന്തോഷത്തിലാണ് ജീവിച്ചത്. എനിക്ക് അങ്ങനെ ഒരു അവസരം പിതാവ് തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് 60 കഴിഞ്ഞ് 61 ഞാൻ പ്രവേശിച്ചു. എൻ്റെ ഈ കുഞ്ഞുങ്ങളെയെല്ലാം എൻ്റെ കൊച്ചുമക്കളെ പോലെ, എൻ്റെ മക്കളെ പോലെ എനിക്ക് വളർത്താൻ പറ്റി. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റി. അതാണ് ആ ഏജ് ഡിഫറൻസ് ഞങ്ങൾ പരിഹരിച്ചത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ കണ്ട് അവർ സ്നേഹിക്കുകയും എപ്പോഴും ഞാൻ എൻ്റെ മനസ്സ് സൂക്ഷിച്ചിട്ട് ഇവരെ സ്വാതന്ത്ര്യത്തിൽ വളർത്തണം, അതേസമയം ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം. ഞാൻ ഒരുപാട് ഇവരെ സ്നേഹിച്ചിട്ടുണ്ട്, ഒത്തിരി തിരുത്തിയിട്ടുണ്ട്, സഹി കെട്ടപ്പോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അടി കിട്ടിയിട്ടും അച്ഛൻ, ഇപ്പോഴും പിള്ളേർ പറയുന്നത്, എന്നോട് തിരിച്ചു പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഇനി ഒരിക്കലും അച്ഛനെ വിഷമിപ്പിക്കത്തില്ല. അല്ലേ കണിയാൻകുടി, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? അച്ഛനെ ഇനി ഞങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല. ഇത് കേൾക്കുമ്പം നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ആ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ വലിയ സന്തോഷമായിരുന്നു. ഇവിടെ അഭിമന്യ പിതാവ് ഉൾപ്പെടെ എല്ലാവരും ഒത്തിരി ആശംസ പറഞ്ഞു. എനിക്ക് തോമസ് തിരുമേനിയോട് വലിയ ഒരു ഭംഗിവാക്കല്ല, എനിക്കൊരു എന്തെന്നില്ലാത്തൊരു വ്യക്തി സ്വാതന്ത്ര്യം പിതാവിൻ്റെ അടുത്തുണ്ട്. പിതാവിൻ്റെ മുറി ചെന്ന് കഴിഞ്ഞാൽ ഈ ആകാശത്തിന് കീഴിൽ എന്തു വേണമെങ്കിലും പിതാവുമായിട്ട് സംവാദിക്കാം. അതാണ് നമ്മുടെ തിരുമേനിയുടെ വലിയ പ്രത്യേകത. സാധാരണ പൊതുവേദികളിലൊക്കെ പറയുന്ന കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം, നമുക്കിത്രയും പാണ്ഡിത്യമുള്ള അറിവുള്ള ഒരു വ്യക്തിത്വത്തോട്, നമ്മുടെ അധികാരിയാണെങ്കിലും ഏത് കാര്യവും വ്യക്തിപരമായിട്ട് മുറി പോയിരുന്ന് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് പുരോഹിതർക്ക് കിട്ടുന്ന വലിയൊരു തൃപ്തിയാണ്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, ഇങ്ങനെ നല്ലൊരു പിതാവിനെ ദൈവം തന്നതിന്. വേറൊരു കാര്യം കൂടെ പറഞ്ഞ്, നമ്മുടെ ജോണച്ച സ്വാഗതം പറഞ്ഞു, പിതാവ് പറഞ്ഞതുപോലെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ അതിലേക്ക് വരില്ല. പക്ഷെ എനിക്കൊരു കാര്യം, ഞാൻ ഒത്തിരി പഠിച്ചിട്ടുള്ളൊരു കാര്യം, പുരോഹിതനായിരിക്കുന്നതിൽ, ഒരു മേൽപ്പട്ടക്കാരനായിരിക്കുന്നതിൽ ഇത്രയും സന്തോഷിക്കുകയും ആ ജീവിതാവസ്ഥ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വേറൊരു വ്യക്തിത്വത്തെയും കണ്ട ഒത്തിരി മഹാന്മാരെ അത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാനത് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ തന്നെ തിരുമേനിയെ ഇങ്ങനെ സസൂക്ഷ്മം വീക്ഷിക്കും. പിതാവിന് തന്നെ അറിയത്തില്ല പിതാവിന് എത്ര നല്ല കുപ്പായം ഉണ്ടെന്നുള്ളത്. എന്താണെന്നറിയുമോ, എവിടെ പോയാലും പിതാവ് പറഞ്ഞ പോലെ കത്തോലിക്ക സഭയുടെ അംബാസഡറാണ്.
യേശു തമ്പുരാനെ പ്രതിനിധാനം ചെയ്തു പോകുന്ന ആളാണ്. അവൻ നല്ല ഡ്രസ്സ് ധരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്ലീബായുടെ അടയാളമായ വലിയൊരു കുരിശ് 12 അപ്പോസ്തലന്മാർ വഹിച്ചൊരു ഉത്തരവാദിത്വങ്ങളുടേതായിട്ടുള്ള 12 കുരിശുകൾ തലയിൽ ഉള്ള മസ്നംസ, കർത്താവിൻ്റെ മുഖം വലിയ സ്ലീബ കഴുത്തിൽ വഹിച്ച് ഈ പിതാവ് കടന്നു ചെല്ലുന്ന മേഖലകളിലെല്ലാം നമ്മുടെ കർത്താവിൻ്റെ അംബാസഡറായിട്ട്, അത് അതിൻ്റെ പ്രൗഢിയിൽ, അതിൻ്റെ ആ ഒരു മഹിമയിൽ. ഞാൻ പുൽപ്പള്ളിയിലായിരിക്കുമ്പോൾ എനിക്ക് ഈ പിതാക്കന്മാർ ബസലിയൂസ് തിരുമേനി വന്നു, ദിവനാസ്യൂസ് തിരുമേനി വന്നു, ആ ഷിഫ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. ദീർഘനാള് ദിവനാസ്യൂസ് തിരുമേനിയുടെ കൂടെ ആയിരുന്നു. പിന്നെ തോമസ് തിരുമേനിയുടെ കൂടെ അങ്ങോട്ട് ജീവിതം തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അങ്ങോട്ട് പല കാര്യത്തിന് ഉള്ളത് പറയാം, എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു ജീവിതശൈലിയുടെയാണ്. പുൽപ്പള്ളിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ പിതാവ് ഒരു ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ വന്നു. ഞാനതൊരു ഉദാഹരണം പറയുകയാണേ. അപ്പോൾ ടൗണിലാണ് കാച്ചിലും ചേനയും ചേമ്പും കപ്പയും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. പിതാവ് ഓർക്കുന്നു, പിതാവ് വന്നടയ്ക്കാണ്. മുകളിലൊരു തുണിയും വിരിച്ചിട്ട് പിതാവാണെ കൃത്യസമയത്ത്, അത് പിതാവിൻ്റെ പ്രത്യേക കൃത്യസമയത്ത് അവിടെ എത്തി. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പിതാവിനൊരു കമ്പനി കൊടുത്തു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ, ഈ പിതാവ് എന്തിനാ ഈ ഒരു ചെറിയ പരിപാടിക്ക് ഓടി വന്നേ എന്നന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായേ, എവിടെ ഒരു മേൽപ്പട്ടക്കാരൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ അവിടെയെല്ലാം സംലഭ്യനാക്കുക. അത് തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യസ്മരണാനുഹരനായ ഗ്രിഗോറിയസ് തിരുമേനിയിൽ നിന്ന് പിതാവ് പഠിച്ച പാഠമാണ്. ചാലി പ്രശ്നം ഉണ്ടാകുമ്പോൾ, വർഗീയ ലഹള നടക്കുമ്പോൾ ഈ കുരിശും കഴുത്ത് ധരിച്ചിട്ട് ചെല്ലുക. അതുപോലെ തന്നെയാണ് പിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് അണിയുന്ന കാപ്പകളൊക്കെ. ആദ്യമൊക്കെ പിതാവ്, ഞാൻ അനീഷിനോട് ചോദിക്കുമായിരുന്നു, ഈ കാപ്പ എവിടെ നിന്ന് എടുത്തേ, എവിടെ കിട്ടും? ഞാനൊരു 10-12 എണ്ണം തയ്ച്ചിട്ടുണ്ട് പിതാവേ. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി ഇത് ചുമ്മിക്കെട്ടുകൊണ്ടാണ്, ഇനിയും വേണ്ട. അങ്ങനെ ഞാനിപ്പോൾ കാപ്പ വാങ്ങിക്കുന്നത് നിർത്തിയേക്കുകയാണ്. എന്താണ് നമ്മുടെ തൊഴിലെന്ന് പറയുന്നത്? ശരിയല്ല. നമ്മുടെ ശുശ്രൂഷ എന്താണ്? പൗരോഹിത്യ ശുശ്രൂഷ. അതതിൻ്റെ എലഗൻസിൽ ചെയ്യുന്ന, ആ ജീവിതാവസ്ഥ സെലിബ്രേറ്റ് ചെയ്യുന്ന, എല്ലാവരെയും കുറിച്ച് നന്മ പറയുന്ന ആ പിതാവിനെ നമുക്ക് ദൈവം തന്നതിൽ ദൈവത്തിന് നന്ദി പറയാം. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. പിതാവ് എന്തായാലും റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് കുറച്ച് നാളോട് പിതാവിനോട് ജോലി ചെയ്യാൻ എന്നെ ഇനി തിരിച്ചു വിളിക്കണേ. ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. കാരണം ഒരു സന്തോഷമാത്. ഈ പിതാവും ഞാനും തമ്മിലുള്ള ബന്ധം ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ല, എന്തും പിതാവിനോട് മുറിച്ചെന്ന് പറയാവും. ഒരിക്കൽ ഞാൻ പിതാവിനോട് പിതാവ് എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ചില വേദികളിലൊക്കെ പിതാവ് നമ്മുടെ അച്ഛന്മാരെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തന്നെ അങ്ങ് അതിശയം തോന്നും. എന്താ ഇത് ഇത്രയും അങ്ങ് കാര്യമായിട്ട്. ഒരിക്കൽ എനിക്ക് തോന്നുന്നു സഭാ അസംബ്ലി കഴിഞ്ഞപ്പോഴും തിരുമേനിയോട് മുറിച്ച്, പിതാവ് എന്താ എന്നെക്കുറിച്ചൊന്നും പറയാത്തേ? ഞാൻ തിരുമേനി ഓർക്കുന്നുണ്ട്, ഞാൻ പിതാവിനോട് ചോദിച്ചു. എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ അടുത്ത് എനിക്ക് എങ്ങനെ പെരുമാറാം അതുപോലെ പറയാം. പിതാവ് അന്നേരം എന്നോട് പറഞ്ഞ കാര്യം ഒത്തിരി ഞെട്ടിപ്പിച്ചു. എന്നെ പിതാവ് ഹൃദയത്തിലാണ് സ്നേഹിക്കുന്നത്, വാക്കുകൾ എന്നതിനെക്കാട്ടിലും. അത് ഞാൻ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ചിലർക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ അവരെ അതുപോലെ ബൂസ്റ്റ് ചെയ്താലേ ശരിക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ചിലരെ അങ്ങനെ അങ്ങോട്ട് ഉന്തി വിട്ടില്ലെങ്കിലും മാതാപിതാക്കളിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും ഒക്കെ പഠിച്ച പാരമ്പര്യം, ആ ഒരു സർക്കിളിൻ്റെ പുറത്തേക്ക് അവർ പോകില്ല എന്ന് ആർക്കറിയാം? നമ്മുടെ അധികാരികൾക്ക് അറിയാം. പിന്നെ അത്രയൊക്കെ മതി. സ്പൂണിൽ കോരി കൊടുക്കേണ്ടവർക്ക് സ്പൂണിൽ കൊടുക്കണം. വളർന്നവർക്ക് അവർ തന്നെ വാരി കഴിക്കട്ടെ. അവർ നല്ല പോളിസിയാണ്. തിരുമേനി ഈ ദിവസം ഇവിടേക്ക് വന്നു, ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവാണ് എന്നെ സത്യത്തിന് ദുബായിൽ കേന്ദ്രീകൃതമായിട്ടാണ് ബാബ തിരുമേനി ആദ്യം എന്നെ വിടാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ പിതാവ് കഴിഞ്ഞ 8 നോമ്പിന് കുവൈറ്റിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ആ കാര്യത്തിൽ പിതാവിനോട് ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പിതാവിനോട് പറഞ്ഞു, എൻ്റെ രൂപതയിലെ എൻ്റെ അച്ഛൻ കുവൈറ്റിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമെന്ന് ഓർത്ത് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, പിതാവ് ഞാൻ എന്ത് പറയാനോ? പിതാവ് ബാബ തിരുമേനിയോട് സംസാരിക്കേ. അങ്ങനെ പിതാവ് നമ്മുടെ പിതാവാണ്. സത്യത്തിന്
കുവൈറ്റ് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ വിടുന്നത്. അതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിതാവോടെ വരണം. ഞാനവിടെ ആയിരിക്കുമ്പോൾ പിതാവിനെയും എൻ്റെ രൂപതയും ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്നെ വളർത്തിയത് എൻ്റെ രൂപതയാണ്, നമ്മളെല്ലാവരുമാണ്, എല്ലാവരോടും കൂടിയാണ്. നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുനാമ മഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ പിതാവിന് പ്രത്യേകം നന്ദി പറഞ്ഞാൽ തീരുന്ന ബന്ധമല്ല. പിതാവ് കയറി വന്നപ്പോൾ സെൻഡ് ഓഫ് ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് യാത്രയും പിതാവ് മരിക്കുന്നിടം വരെ നമ്മുടെ വീടാണ് ബത്തേരി രൂപത. എവിടെ പോയാലും തിരിച്ചു വരേണ്ട സ്ഥലം ഇതാണ്. തിരുമേനിയുടെ നല്ല വാക്കിനും സാന്നിധ്യത്തിനും കൈക്ക് പിടിച്ച് വളർത്തുന്ന വലിയ സ്നേഹത്തിനുമൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഞാൻ തിരുമേനിക്ക് വേണ്ടി ആയുരാരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബാക്കിയൊക്കെ പെട്ടെന്ന് പറയാം. സെബാസ്റ്റ്യൻ വന്യ സെബാസ്റ്റ്യൻ കീപ്പിളിൽ കോർപ്പിസ്കോപ്പ എന്നുള്ള അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്, അത് സഭ കൊടുത്ത ഒരു സ്ഥാനം വെച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം സെബാസ്റ്റ്യൻ കീപ്പിളിൽ. ഞങ്ങൾ ബാച്ചുകാരാണ്, നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്നാലും എൻ്റെ അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് സെബാസ്റ്റ്യൻ അച്ഛൻ. അപ്പം അച്ഛൻ്റെ തൊട്ട് താഴത്തെ തലമുറയിൽപ്പെട്ടാണ് ഞാൻ. ഞങ്ങൾ ബാച്ചുകാരാണെങ്കിലും അച്ഛൻ എപ്പോഴും ഞാനൊരു അപ്പൻ്റെ അനിയൻ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്ത്, അല്ലാതെ എനിക്കുള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ തോളെ കൈയിട്ട് നടക്കുന്ന പോലെ ഞാൻ ഇപ്പം ജെയിംസ് അച്ഛൻ്റെ അടുത്ത് എടുക്കുന്ന അത്രയും സ്വാതന്ത്ര്യം അച്ഛൻ്റെ അടുത്ത് എടുക്കാത്തത് അത് ഞാൻ എൻ്റെ അപ്പന്മാർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ തന്നെയാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ ചിലപ്പോൾ പാപ്പനച്ഛൻ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നതും. അത് പാപ്പനച്ഛൻ തന്നെയാണ്. കിട്ടിയിരിക്കുന്ന സ്ഥാനം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അച്ഛാ ഒത്തിരി സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്, എന്നെ വളർത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലായി 1-ാം വർഷം ഒരു മുറിയിലാണ് കിടന്നുറങ്ങിയത്. വലിയൊരു സുരക്ഷിതത്വ ബോധം എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് നമ്മൾ ആൽബേറിനെ കാട്ടി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ശരിക്കും അന്ന് മുതൽ എനിക്കൊരു സങ്കടം വന്നാൽ ഓടിച്ചെല്ലാനും ഒക്കെ ഒരു വലിയൊരു സങ്കേതമായിട്ട്. ഇന്ന് ചാച്ച മരിച്ചു ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു സാന്നിധ്യം, കൂട്ടുകാരൻ്റെ സാന്നിധ്യം, ബാച്ചുകാരൻ്റെ സാന്നിധ്യം. താങ്ക് യു നല്ല വാക്കുകൾക്കൊക്കെ കേട്ടോ. താങ്ക് യു. ഇപ്പോൾ ഈ ഉണ്ണിലച്ചൻ പിതാവ് എപ്പോഴും തമാശയായിട്ട് പറയും, നിങ്ങളെ ഞാനൊന്ന് പിരിക്കുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ പറയും. പിതാവ് നിങ്ങളെല്ലാവരും കേൾക്കെ പറയാണ്. ഞങ്ങൾ സെമിനാരിയിൽ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞുങ്ങളോട് പരസ്പരം സ്നേഹിക്കണം, കരുതണം, നല്ല ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ പറയുന്നതിനേക്കാട്ടിലുപരി ഞങ്ങൾക്കിവിടെ അച്ഛന്മാരുടെ ഒരു ന്യൂക്ലിയസ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനുള്ളിൽ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നത് കാണുന്നതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു പാഠം. സെമിനാരിയിൽ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള കൊച്ചച്ഛന്മാരുൾപ്പെടെ പൊയ്യമണ്ണിൽ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ജോണച്ചൻ ഉൾപ്പെടെ. ഞങ്ങൾ ഈ പിള്ളേർ ചിരിച്ച് കളിക്കുന്നതിനെക്കാട്ടിൽ തമാശയാണ് ഭക്ഷണമുറിയിൽ. ഞങ്ങൾ ചിരിച്ച് കളിക്കും, വർത്തമാനം പറയും, പരസ്പരം കളിയാക്കും. ഇതെല്ലാം കണ്ട് പിള്ളേർ ഇവിടെ ഇരുന്ന് സന്തോഷിക്കും. അങ്ങനെ ജീവിക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യമാണ്. അതിന് വലിയൊരു കടപ്പാട് എനിക്ക് പൊയ്കമണ്ണിലിച്ചനോടാണ്. കാരണം ഞങ്ങൾ ഈ രൂപതയിൽ ആദ്യം മൈന സെമിനാരിക്കാരായിട്ട് വരുമ്പോൾ ഇവിടുത്തെ അന്നത്തെ വലിയ വണ്ടിയൊക്കെ ഓടിച്ചു നടക്കുന്ന വലിയ ഹീറോയാണ്. അപ്പോൾ ആ അച്ഛൻ്റെ കൂടെ തമാശ പറയാനും ചിരിക്കാനും ഒക്കെ പറ്റുന്നു എന്ന് പറയുന്നത് അത്രയും ഹൃദയവിശാലമുള്ളവർക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൊയ്കമണ്ണിലിച്ചനോട് അച്ഛാ ബാക്കി കാര്യങ്ങളെല്ലാം പിതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം നമ്മൾ ആരാണെന്നുള്ളത്. അച്ഛൻ എന്തായിരുന്നു എനിക്ക് നമ്മുടെ സെമിനാരിക്ക്, അതിനെല്ലാം പ്രത്യേകം അച്ഛന് നന്ദി പറയുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചച്ചന്മാരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് മാതാപ്പാറ ഒത്തിരി ദൂരെ നിന്ന് ഓടി വന്നു. സന്തോഷം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നതിന് നമ്മുടെ വൈസ് റെക്ടർ ജോണച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ജോണച്ചനും ഞാനും തമ്മിലുള്ള ഒരു വലിയ വ്യക്തിബന്ധം മാത്രം കൊണ്ടല്ല, ഇത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് റെക്ടർ പോകുമ്പോൾ. ജോണച്ചനെ അഭിയന്ന് പിതാവ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ രൂപതയിൽ ആദ്യം കത്തീഡ്രൽ ദേവാലയത്തിൽ സ്വീകരിച്ച് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാനാണ് ഔദ്യോഗികമായിട്ട് പിതാവിന് വേണ്ടി സ്വീകരിച്ചത്. ഞങ്ങൾ റോമിലൊക്കെ ഒത്തിരി സന്തോഷമായിട്ട് ജീവിച്ചവരാണ്. ഇവിടെ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒത്തിരി ത്യാഗപൂർവ്വം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വെള്ളാഞ്ചാലിലച്ഛൻ എൻ്റെ റീജൻ്റാണ് ആയിരുന്നു. ഒത്തിരി ഹൃദയബന്ധമുണ്ട്. ജെയിംസ് അച്ഛൻ എൻ്റെ മൈന സെമിനാരി സ്റ്റുഡൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ദൈവവിളിയിൽ ഒരുപാട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും കടപ്പാടുമുണ്ട്.
നമ്മുടെ അറമ്പൻകുടിയിലച്ഛൻ ഇന്നും ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട്, പ്രത്യേകിച്ച് VG ആയിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ക്രിസ്തുമന്ദിരവച്ചൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ പെർഫെക്റ്റായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ബുധനാഴ്ചത്തെ കാര്യമൊക്കെ എന്നോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ വെച്ചാൽ ഇന്ന് ക്യാമറ ഒന്ന് കൊണ്ടുപോകാം, നമുക്കിതൊക്കെ ഒന്ന് ഓർക്കാനായിട്ട് ഒപ്പിയെടുക്കാം. ഏറെ ത്യാഗത്തോടു കൂടി റിജിനെയും കൂട്ടി അച്ഛൻ ഇവിടെ വന്നു. പ്രത്യേകം നന്ദി. ഇമ്മാനുവൽ സെക്രട്ടറി അച്ഛന് ഈ ചുരുങ്ങിയ കാലയളവിൽ എൻ്റെ മിക്കവാറും വിസ വരുമ്പോഴേ, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ എല്ലാം കൊണ്ടു കൊടുക്കും, സ്കാൻ ചെയ്ത് അയച്ചു തരും. പിതാവിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ക്രമീകരിച്ചു തരും. പിതാവിൻ്റെ സെക്രട്ടറിമാരെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പിതാവ് എല്ലാവരും വളരെ സംലഭ്യരായിരുന്നു. അവിടെ ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ അയ്യോ ഇതെങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഒന്നും നമ്മുടെ റെജിനച്ഛൻ, നമ്മുടെ ഇമ്മാനുവൽ അച്ഛൻ, എനിക്ക് പിതാവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അവർ ഏർലിയസ്റ്റ് ടൈം ക്രമീകരിച്ച് നമുക്ക് തരുമായിരുന്നു. അതിന് വിപരീതമായിട്ട് പറയുന്നതിൽ ഒന്നും ഒരു കഴമ്പുമില്ല എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചിലത് കേട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. വി ആർ റിയലി ഹാപ്പി ഓഫ് യുവർ എന്താ പറയുക, ശുശ്രൂഷയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മഹിമാ സിസ്റ്ററിനെ വിളിക്കാനുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാണ്. സഭയിലെ വിശുദ്ധന്മാരെ കുറിച്ചുള്ള മനോഹരമായ ക്ലാസ് എടുത്ത് കുഞ്ഞുങ്ങളെ ധന്യരാക്കിയതാണ്. അപർണ സിസ്റ്റർ എൻ്റെ കത്തീഡ്രലിലെ കുഞ്ഞാടാണ്, പൊടിയായിരിക്കുമ്പോൾ മുതൽ അറിയാവുന്നതാണ്, കൂട്ടുവന്നാണ്. കിരൺ സിസ്റ്ററാണ് ഇവിടെ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയെ കുറിച്ച് പഠിപ്പിച്ചത്. സിസ്റ്റർ ഇവിടെ ഇല്ലാത്തപ്പോഴാണ് അപർണയെ പ്രതിനിധിയായിട്ട് വിട്ടെ. എൻ്റെ ഷമ്മാശന്മാരോടും കുഞ്ഞുമക്കളോടും ഒക്കെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കഴിഞ്ഞ 4 വർഷം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വൈദിക വിദ്യാർത്ഥി ആയിരിക്കുന്നതിൽ അഭിമാനവും സന്തോഷവും എന്നും ഉണ്ടാകണം. അത് കഴിഞ്ഞ് പട്ടത്തിൻ്റെ ഓരോ ഘട്ടം അടുക്കും തോറും ആ ജീവിതാവസ്ഥയെ ഒരുപാട് കാംക്ഷിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഫുള്ളി അതിൽ ജീവിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തരും. നല്ലൊരു കൂട്ടായ്മയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളോടൊത്തുള്ള വിശുദ്ധ കുർബാനയായിരുന്നു. സത്യമായിട്ടും പറയാം, കളർഫുള്ളാക്കാൻ വേണ്ടി പറയല്ല. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മദ്ബഹാലിലേക്ക് കയറുമ്പോൾ മനസ്സിൽ ദൈവം ഒരു പ്രത്യേക ട്യൂൺ അന്നത്തേക്ക് ക്രമീകരിച്ചു തരും. അതങ്ങോട്ട് പരശുശ്രൂഷയ്ക്ക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതേ പിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ അങ്ങ് ചൊല്ലും. ഓ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യം പറയും. അത് വേണേ ഇനി മേജർ ടൂണെങ്കിൽ മേജർ ടൂൺ അതിന് പറ്റിയ പോലെ ചൊല്ലും, മറുപടി തരും. എല്ലാ വിശുദ്ധ കുർബാനയും ഈ വീട്ടിലെ വലിയ ആഘോഷമായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ എല്ലാ ജീവിതവും, നമ്മുടെ പഠനവും കളിയും ആരോഗ്യവും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നല്ല ഹൃദയമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നല്ല വൈദികരാകാൻ പറ്റുള്ളൂ. നല്ല ഹൃദയമുള്ള കുഞ്ഞുങ്ങൾ പ്രകൃതിയെ ഒത്തിരി സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കും, അവരിനോട് കരുണ കാണിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കും നമുക്ക് വേണേൽ കോഴിമുട്ട കാശ് കൊടുത്ത് വാങ്ങിക്കാം. നമ്മൾ കോഴിയെ വളർത്തുന്നത്, താറാവിനെ വളർത്തുന്നത്, മുയലിനെ വളർത്തുന്നത്, പട്ടികളെ വളർത്തുന്നത്, പശുവിനെ വളർത്തുന്നത്, ഇതെല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കാനാണ്. അങ്ങനെ ഹൃദയമുള്ള നല്ല വൈദികരായി തീരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരും എനിക്ക് ഒത്തിരി ത്യാഗത്തോടു കൂടി ഈ ദിവസമെല്ലാം ക്രമീകരിച്ചു. പ്രത്യേകിച്ച് ഇവിടെ റീജൻസി നമ്മുടെ സാമുവൽ കോയിക്കൽ ബ്രദർ ജോണച്ചൻ കൊടുത്ത എല്ലാ നിർദ്ദേശവും അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയും നിങ്ങളെ എല്ലാം കോർത്തിണക്കി ഇത് മനോഹരമാക്കി. ബ്രദേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇച്ചിരി നീണ്ടുപോയി, ക്ഷമിക്കണം. ഒരിക്കൽ കൂടി അഭിയന്ന പിതാവിനും വന്യ വൈദികർക്കും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഇന്ന് ഞങ്ങളെ സഹായിച്ച റിജിനെ പോലുള്ള നല്ല യുവാക്കന്മാർ, മിടുക്കര മക്കളെ, ഞാൻ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ സഭാ ശുശ്രൂഷയിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കൾക്കുമാർക്കൊക്കെ വലിയ പ്രചോദനമായിരിക്കും. ഒരുപോലെ ഇരിക്കുന്ന ട്വിൻസിനെ പോലുള്ള 2 സഹോദരങ്ങളാണ് നമ്മുടെ ക്രിസ്തുമന്ദിരച്ചൻ്റെ കൂടെ എപ്പോഴും ഓടി നടന്ന് ചെയ്യുന്നത്. ഒപ്പം ഒത്തിരി കഷ്ടപ്പെട്ട് ഇന്ന് കിച്ചണിൽ ശുശ്രൂഷ ചെയ്ത സജി, നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി, തൊഴുത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ അണ്ണൻ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം വലിയ സന്തോഷമുള്ള പിതാവെ 10 ബാച്ചുകാരെ സഭയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ആദ്യ റക്ടറായപ്പം 3 സീനിയേഴ്സ് ബാച്ചുകാരുണ്ടായിരുന്നു. അവരുൾപ്പെടെ 10 ബാച്ചുകാരെ
സഭയ്ക്ക് നൽകുവാൻ ബലഹീനനായ എന്നിലൂടെ തമ്പുരാൻ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ദേശാടനം എന്ന സിനിമയില് ദൂരനാട്ടിൽ സന്യാസത്തിന് പോകുന്ന മകന് അമ്മ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നിന്റെ പാദചലനങ്ങൾ പ്രദക്ഷിണമാകണം, ദേഹം ശ്രീകോവിലായി മാറണം, വചനം മന്ത്രമാകണം, കർമ്മങ്ങൾ സാധനയാകണം. അച്ഛൻ്റെ ജീവിതം എത്തുന്ന ഇടങ്ങളിലെല്ലാം അനുഗ്രഹപ്രദമായി തീരട്ടെ. ഇനിയും ഇതുപോലുള്ളതായ സ്നേഹ കൂട്ടായ്മകൾ പങ്കിടുവാൻ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സംബന്ധിച്ച എല്ലാവരെയും ഈ കൂടിവരവിന് മാറ്റുപകർന്ന സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ വചസ്സുകൊണ്ടും നമ്മെ അനുഗ്രഹിച്ച അഭിവന്യ പിതാവിനും വന്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പിൾ കോറപ്പിസ്കോപ്പാച്ചനും അറമ്പൻകുടിയിൽ കോറപ്പിസ്കോപ്പാച്ചനും വന്യരായ വൈദികർക്കും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കും. We give you thanks, Almighty God, for all the benefits which you have received from your graciousness, in the name of the Father, and of the Son, and of the Holy Spirit.